السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നമ്മിതെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ചെയ്യുന്ന തുച്ഛമായ അമലുകളെ അല്ലാഹു തആല കബൂലാക്കുകയും പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സാധാരണ ഹജ്ജിന് പോകുമ്പോൾ ആളുകൾ 4, 5, 6 ഹജ്ജ് ക്ലാസ് അന്വേഷിച്ച് പോലുണ്ട്. അതെവിടെയാണോ ക്ലാസ് കിട്ടുക അവിടെ പോയി നേരമെടുത്ത് വൈകുന്നേരം വരെ ഒരുപക്ഷെ ക്ലാസ്സിൽ ഇരുന്ന് അങ്ങനെയൊക്കെ ഹജ്ജിന് പോയാലും പോയി വന്നിട്ട് ആളുകൾ പറയും റാഹത്തായില്ല, ഒന്നുകൂടെ പോകണം എന്നാലും ഇപ്പോൾ ശരിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഒരു ഉംറ ഏതാണ്ട് ഒരു 3-4 മണിക്കൂറോട് ചെയ്ത് കഴിഞ്ഞുള്ളതാണ് ഉംറ. വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ 1 മണിക്കൂറോട് എന്തായാലും ആശ്വാസത്തെ തവാഫ് ചെയ്യാം. ഇനിയിപ്പോൾ കുറേ ദുആ ചെയ്ത് ദിക്ർ ചൊല്ലി അങ്ങനെ ഒരു ആത്മാർത്ഥമായി ചെയ്തു പോവുകയാണെങ്കിലും ഒരു 3-4 മണിക്കൂറുകൊണ്ട് എന്തായാലും ഒരു ഉംറ ചെയ്ത് കഴിയും. അതിനും ആളുകൾ പല ക്ലാസ്സിലും പങ്കെടുക്കലുണ്ട്. റമദാൻ ഒരു മാസം ഒന്നാകെ നീണ്ടു നിൽക്കുന്ന എല്ലാ നിമിഷവും നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള സന്ദർഭമായിട്ട് കൂടി പൊതുവെ വലിയൊരു ശ്രദ്ധ സമൂഹത്തിൻ്റെ രംഗത്ത് ഉണ്ടാവാറില്ല. അതന്നെയാണ് എല്ലാ മാസവും വരുന്ന പോലെ റമദാൻ മാസം വരും. ഏറി വന്നാൽ നമുക്ക് നാട്ടിൽ വീടും പള്ളിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് പച്ചരിയൊക്കെ വാങ്ങി പൊടിച്ച് വെച്ച് മല്ലിയും മുളകും ഒക്കെ ഒന്ന് പൊടിച്ച് ഒക്കെ റെഡിയാക്കി ഷഹബാൻ പൗതിയൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് അതൊക്കെ കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ പറയും ഇനിയിപ്പോൾ നോൻപായാലും ബേജാറൊന്നുമില്ല, ഒക്കെ റെഡിയാണ് എന്ന് പറയലുണ്ട്. അവിടെയാണ് നമ്മളെ ഒരു ഒരുക്കം ഉള്ളത്. അതിൽ നിന്നും മാറി നമ്മൾ ഇതിനെപ്പറ്റി നേരത്തെ ഒരുങ്ങി തയ്യാറായി പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് ചോദിക്കാനുള്ളത് ചോദിച്ച് അറിഞ്ഞ് റമദാനിലെ ഒരു നിമിഷവും നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ഒരു റമദാൻ മാത്രം മതി, മറ്റൊന്നുമില്ലെങ്കിലും. നമുക്കെല്ലാം അറിയാവുന്ന പ്രവാചകന്റെ വചനമാണ്. നിബിതങ്ങൾ മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ആമീൻ പറഞ്ഞു എന്ന് പറയുന്ന ആ സംഭവം ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു ചില ഹദീസ് ഗ്രന്ഥങ്ങളിലും അത് വന്നിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, നബിയോട് ആമീൻ പറയാൻ പറഞ്ഞു, നബി ഞങ്ങൾ ആമീൻ പറഞ്ഞു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. 3 കാര്യങ്ങൾക്കാണ് പ്രാർത്ഥിച്ചത്. അതിൽ ഒന്ന്, ഒരാൾക്ക് റമദാൻ മാസം കിട്ടിയിട്ടും അയാളെ പാപങ്ങളൊന്നും പൊറുത്തില്ല എങ്കിൽ തുലയട്ടെ, നശിക്കട്ടെ അവൻ എന്നാണ് ആ പ്രാർത്ഥന. റഗിമ അൻഫു റജുലിൻ എന്നാണ്. അറബികൾ അത്രയും ഒരാളെ അങ്ങേയറ്റം മോശമാക്കി പറഞ്ഞ വാക്കാണ് റഗിമ അൻഫ് എന്നത്. ശരിക്കും അവൻ്റെ ഒരു മൂക്ക് കുത്തി വീഴട്ടെ നേരെ വാക്കർത്ഥം. ഓൻ തുലയട്ടെ, ഓനൊരു ഒന്നുമല്ലാതായി പോട്ടെ എന്നൊക്കെയുള്ള ആ പ്രയോഗത്തിന് പകരം അവരുപയോഗിക്കുന്ന വാക്കാണ് റഗിമ അൻഫു റജുലിൻ. ഒരു മനുഷ്യൻ തൊലഞ്ഞു പോട്ടെ അവൻ. കാരണം അവന് റമദാൻ കിട്ടി എന്നിട്ടും അവനെ പാപങ്ങളൊന്നും പൊറുത്തില്ല. അപ്പം അങ്ങനത്തെ റമദാനാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ നമ്മിലേക്ക് ഇൻഷാ അല്ലാഹ് വരുന്നത്. കുറേ വയതും ക്ലാസ്സും എന്നതിനപ്പുറത്ത് ഈ റമദാൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊരു പ്ലാനിങ്ങിനെയാണ് പ്രധാനം. ഇസ്മായിൽ മൗലവി സൂചിപ്പിച്ചതാണ് ഒരു പ്ലാനിങ്. സാധാരണ ഒരു
പെട്ടിക്കട നടത്തി ആ പെട്ടിക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കോട്ടക്കൽ രാത്രി മരുവിന് ശേഷം തുറക്കും, രാത്രി 11-12 കച്ചവടം ചെയ്യും, കുറച്ച് ആംപ്ലേറ്റും കുറച്ച് കട്ടൻ കാപ്പി ഇങ്ങനെയൊക്കെ പാടുള്ള ഒരു ചെറിയ ഒരു ഏർപ്പാടാണ്. അദ്ദേഹം റമദാനിൽ അതൊക്കെ അടച്ചു പൂട്ടി സ്ഥിരമായിട്ട് കാണാൻ പള്ളിക്ക് 30 ദിവസം ഫുള്ള് 5 വക്ത് ജമാഅത്തിനുണ്ടാവും, എപ്പോഴും പള്ളിയിൽ തന്നെ വന്ന് കൂടും. അപ്പം അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചാൽ എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഈ മാസം പണിക്കൊന്നും പോകാഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അപ്പം എന്താ ഒരു പ്ലാൻ, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത് റമദാൻ മാസം ഫുള്ള് ഇവിടെ പള്ളിയിൽ വന്ന് കൂടുകയാണല്ലോ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാനിങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒരു 100 ഉറുപ്പ്യ ഞാനൊരു കുറ്റിക്ക് ഇട്ടേക്കും. 100 ഉറുപ്പ്യ ഇങ്ങനെയാണ് കച്ചവടം ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു കുറ്റിക്ക് ഇട്ടേക്കും. ആ ഇട്ടച്ച പൈസ കൊണ്ട് റമദാൻ മാസം കഴിഞ്ഞു പോകുന്നതാണ്. അപ്പം റമദാന് പണിക്കണ്ട, റമദാൻ അധ്വാനിക്കണ്ട, ആ സമയം ഇബാദത്തിനായി. പൊതുവെ സാധാരണക്കാരാണ്, ഒരു സാധാരണ മനുഷ്യൻ, അത്ര ദീന് പഠിച്ച ആളൊന്നുമല്ല. പക്ഷെ അയാൾ കണ്ടൊരു പ്ലാനാണിത്. റമദാൻ മാസം എങ്ങനെ ഇപ്പം 5 വക്ത് ജമാഅത്ത് കിട്ടണത് റമദാൻ മാസത്തിൽ. അപ്പോൾ എന്താ ഇപ്പം ഇതിന് പണി? അപ്പം നമ്മൾ എന്താ ജോലി ഉണ്ടാവും, ഓഫീസ് ഉണ്ടാവും, കച്ചവടം ഉണ്ടാവും, കട തുറക്കാഞ്ഞാൽ പറ്റൂല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ നമ്മളാരിപ്പോൾ റമദാൻ മാസം ജോലി ചെയ്തില്ലെങ്കിൽ കുടുംബം പട്ടിണിയാകും എന്നുള്ള ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പട്ടിണി എടുക്കേണ്ടി വരും, ആകെ ഇടങ്ങാറാകും എന്ന് പറയാവുന്ന ആളുകൾ ഇല്ല എന്നല്ല, എന്നാലും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ബാക്കി ഇപ്പോൾ നമുക്കാർക്കും പൊതുവെ അങ്ങനത്തെ ഒരു ഇടങ്ങാറൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മളാരും അങ്ങനെ ഒരു പ്ലാനിങ്ങിലേക്ക് ജീവിതത്തിൽ പലപ്പോഴും പോയിട്ടില്ല. ഇന്നിപ്പോൾ ഷഹബാൻ ഇവിടെ 13 ഇനിയിപ്പോൾ ആകെ ഒരു 10-15-14 ദിവസമാണ് നമുക്ക് ഉള്ളത്. സാധാരണ നമുക്ക് ഒരു അടുത്ത മാസമോ അതിനടുത്ത മാസമോ ഒരു പ്രധാനപ്പെട്ട യാത്ര ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ തുടങ്ങും ടിക്കറ്റ് എടുക്കലൊക്കെ. വെക്കേഷനാണ്, സീസണാണ്, അന്ന് റേറ്റ് കൂടുതലാണ്, ഇപ്പം തന്നെ ബുക്ക് ചെയ്താൽ കുറച്ച് ആശ്വാസം കിട്ടും, റൂം കിട്ടാൻ പണിയാണ്. ഒരു ട്രെയിന് പോകണമെങ്കിൽ പോലും നേരത്തെ ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടൂല. ആ ഒരു ജാഗ്രതയെങ്കിലും റമദാന്റെ വിഷയത്തിൽ ഉമ്മത്ത് കാണിച്ചാൽ നമുക്കിത് വലിയ ആശ്വാസമാണ്. നമുക്കേതായാലും ഇവിടെ ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ച് ഒരു പുതിയ പള്ളിയൊക്കെ വന്നു, ഒരു സ്വസ്ഥമായി സമാധാനമായി വന്നുകൂടാനും ഇബാദത്തിൽ മുഴുകാനും ഒക്കെ സാഹചര്യം എല്ലാ വർഷവും ഉണ്ട്, പള്ളി ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും ഒരു അധിക സൗകര്യം നമുക്ക് ഇവിടെ വന്നു കിട്ടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും അടുത്തൊരു പള്ളി ഉണ്ടെങ്കിലും പള്ളി ഇല്ലെങ്കിലും ഒക്കെ നമ്മളെല്ലാവരും പറയുന്ന ഞാനടക്കം നമ്മളൊക്കെ ഒരു കൃത്യമായ പ്ലാൻ റമദാനിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നോമ്പ് നമ്മൾ നോക്കും. ഇനിയിപ്പോൾ നമുക്ക് വേറെ പ്ലാനൊന്നും ആവശ്യമില്ല, എന്തായാലും നമ്മൾ നോമ്പ് നോക്കാതെ തന്നെ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. മറ്റുള്ള കാര്യങ്ങൾ നോമ്പിൽ ആലോചിക്കുകയാണ്, നോമ്പിൻ്റെ വിധിവിലക്കുകളാണ്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, അതിപ്പോൾ കുറേ ഒന്നുമില്ല. റമദാൻ മാസം നോമ്പ് നോക്കാനാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാതെക്കാനാണ്. നിസ്കാരം പലതും ചെയ്യാണ്ട്, ഹജ്ജ് ഉംറ പലതും ചെയ്യാനുണ്ട്, സക്കാത്ത് കൊടുക്കാനുള്ളതാണ്. നോമ്പ് ഒന്നും ചെയ്യാതെക്കാനാണ്, പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലല്ലോ. ഭക്ഷണം കഴിക്കാതെക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, ഒന്നും ചെയ്യാതെക്കാനാണ് നോമ്പുള്ളത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നോമ്പറ്റപ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഒന്നുമില്ല. അപ്പോൾ ഒന്നും ചെയ്യാതെക്കുക എന്നുള്ളതേ നോമ്പിൻ്റെ ഒരു നമുക്ക് പ്രത്യേകിച്ച് ഉള്ളൂ. ഒരു അമല് എന്ന് പറഞ്ഞ് അതിൽ വേറെ ഒന്നും ശരീരം കൊണ്ട് ചെയ്യേണ്ട ഒരു പണി വേറെ അതിൽ നമുക്കില്ല. എന്നാൽ അതിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ പ്രതിഫലം കുറയുന്ന കാര്യങ്ങൾ, അത് മുറിച്ചു കളയുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നമ്മൾ നോമ്പ് പറ്റാണ് അവസാനം റമദാൻ കഴിഞ്ഞ് പോകുമ്പോൾ ഇതൊന്നും അല്ലാഹ് സ്വീകരിച്ചില്ല എന്നാണെങ്കിൽ അത് വലിയ നഷ്ടമാണ്. നബി ഞങ്ങൾ പറഞ്ഞു, കം മിൻ സ്വാഇമിൻ അല്ലെങ്കിൽ റുബ്ബ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. എത്രയെത്ര നോമ്പുകാരുണ്ട്, ആ നോമ്പ് കൊണ്ട് വിശപ്പല്ലാതെ ഒന്നും പോയി കിട്ടിയിട്ടില്ല എന്നാണ്. എന്തേ ഇപ്പോൾ കിട്ടി വെച്ചാൽ ഒരു മാസം രാവിലെ നാസ്തല്ല, ഉച്ചക്ക് ചോറില്ല, വൈകുന്നേരത്ത് ചായ ഇല്ല എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടാത്ത എത്രയെത്ര നോമ്പുകാരുണ്ട്. ഒക്കമ്മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്രയെത്ര നിസ്കാരക്കാരുണ്ട്, ദീർഘമായി ഒരു നിന്ന് നിസ്കരിച്ചു, പക്ഷേ എന്ത് കിട്ടി വെച്ചാൽ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറയാൻ വേറൊന്നുമില്ല എന്ന്. അപ്പം അങ്ങനെ ആയി പോയിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ ചെയ്തിട്ട് അവസാനം അള്ളാഹിന് മുമ്പ് ചെല്ലുമ്പോൾ ഒന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണെങ്കിൽ അത് വമ്പൻ നഷ്ടമാണ്. അപ്പം അങ്ങനെ ആയിക്കൂടാ, അതിനൊരു കൃത്യമായ പ്ലാൻ. അപ്പം നോമ്പ് ഏതായാലും നോക്കും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒന്ന് ഫർളായ ഇബാദത്തുകൾ, അതിനുള്ള ഒരു കൃത്യമായ പ്ലാൻ നമുക്ക് വേണം. 2 സുന്നത്തായ അമലുകൾ, അതിന് പ്ലാന് വേണം. അതാണ് റമദാൻ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫർള്, ഇപ്പോൾ നിസ്കാരം,
5 നേരത്തെ നിസ്കാരം നമ്മൾ ഏതായാലും നിസ്കരിക്കലുണ്ട്. നിസ്കരിക്കാത്തതുകൊണ്ട് പിന്നെ ഇസ്ലാമിന് സ്ഥാനമില്ലല്ലോ. നിസ്കാരം ഒഴിവാക്കിയ ഒരാൾക്ക് ഇസ്ലാമിന് സ്ഥാനമില്ല. ഒരു വിശ്വാസിയും അല്ലെങ്കിൽ മനുഷ്യനും കുഫറും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫർ, അത് ആരും ഒഴിവാക്കിയോ അവൻ കാഫിറായി എന്ന് ഇമാം മുസ്ലിം അടക്കം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാഴ്ച ഏതായിരുന്നാലും നമ്മളൊക്കെ ശ്രദ്ധിക്കലുണ്ട്, ശ്രദ്ധിക്കുകയും വേണം. എന്ത് വന്നാലും വേണ്ടില്ല, നിസ്കരിച്ചേ പറ്റുള്ളൂ. അത് ഒന്നുണ്ടാക്കാൻ വയ്യേ തൈമം ചെയ്യാം, തൈമം ചെയ്യാനും കഴിയില്ലേ വേണ്ട, നമുക്ക് അങ്ങനെ നിസ്കരിക്കാം. നിൽക്കാൻ വയ്യേ ഇരുന്ന് നിസ്കരിക്കാം, ഇരിക്കാൻ വയ്യേ കിടന്ന് നിസ്കരിക്കാം. യാത്രയിലാണോ ഒന്ന് ജംആക്കാം, കസറാക്കാം. രോഗിയാണോ ഒന്ന് ജംഅ ചെയ്യാം. ഇതൊക്കെ അള്ളാഹ് കൊടുത്തൊരു ഇളവാണ്, പ്രയാസം കുറക്കാൻ വേണ്ടി. അപ്പം ആ വക മര്യാദകൾ നമ്മളൊന്ന് പഠിക്കുക. അപ്പം നിസ്കാരം ചെയ്താലും നമുക്ക് വിട്ടുവീഴ്ചയില്ല. എന്നാൽ ജമാഅത്ത് പുരുഷന്മാരെ സംബന്ധിച്ച് നിർബന്ധമായ കാര്യമാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് നിർബന്ധമാണ് ജമാഅത്ത് എന്നുള്ളത്. അപ്പം റമദാനിൽ ഒരു 30 ദിവസം ഉണ്ടെങ്കിൽ 150 വക്ത് ഉണ്ടാവും. ഈ 150 വക്ത് എനിക്ക് ജമാഅത്തോടു കൂടി നിസ്കരിക്കണം. അതാണ് നമ്മൾ ഒന്നാമത്തെ പ്ലാൻ. റമദാനിൽ 150 വക്തും ജമാഅത്ത് നഷ്ടപ്പെടാതെ, ഔദ്യോഗിക ജമാഅത്ത് നഷ്ടപ്പെടാതെ, എവിടെയും കയറി ഒന്ന് 2 ആൾ പള്ളിയിൽ കയറി ഒരു ജമാഅത്ത് നിസ്കരിച്ചാൽ അതൊന്നും ഔദ്യോഗിക ജമാഅത്തല്ല. ഒറ്റ നിസ്കരിക്കാൾ വേറെ നല്ലതെന്ന് പറയാന്നല്ലാതെ ഔദ്യോഗിക ജമാഅത്ത് പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന അവിടുത്തെ ഔദ്യോഗിക ജമാഅത്ത്, അതിനാണ് 27 ഇരട്ടി കൂലി എന്ന് പറഞ്ഞത്. നമ്മൾ പോണ വഴിക്ക് ഏതെങ്കിലും പള്ളി നോക്കി കയറി അവിടെ ചെന്നപ്പോൾ എടുത്ത് നിസ്കരിക്കണോ, അല്ലെങ്കിൽ ബാക്കിൽ പോയി തോണ്ടി കൂടി അതിനൊന്നും 27 കിട്ടില്ല. ഒറ്റ നിസ്കരിക്കുന്നേക്കാൾ ഏറെ ഒരു പക്ഷേ പഠിച്ചോ കൂലി എടുത്തേക്കാം. 27 ഇരട്ടി കിട്ടണമെങ്കിൽ പള്ളിയിൽ ഔദ്യോഗിക ജമാഅത്തിൽ ലക്ഷ്യം വെച്ച് വന്ന് അതിൽ പങ്കെടുത്ത് നിസ്കരിച്ച് തിരിച്ചു പോകണം. അതാണ് ശരിക്കും 27 നിബന്ധന പാലിക്കുമ്പോഴാണ് 27 ഇരട്ടി കൂലി തന്നത്. വെറുതെ എണ്ണം പറഞ്ഞതല്ല, ഇത് വഹി പ്രകാരം പറഞ്ഞ എണ്ണാണല്ലോ. വെറുതെ പറഞ്ഞാൽ ഇപ്പോൾ റൗണ്ട് ചെയ്താണ്ട് 30 വരെ 25 വരെയൊക്കെ ചെയ്യാം. ഇതിനപ്പോൾ 27 പറഞ്ഞത്, അതിന് കൃത്യമായ നിയമമുണ്ട്. ഫത്ഹുൽ ബാരി ഇമാം അസ്ഖലാനി റഹിമഹുല്ലാഹ് ആ 27 കാര്യം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിൽ വന്ന വ്യത്യസ്തമായ അദബുകളെല്ലാം വെച്ചുകൊണ്ട് ഈ 27 നിബന്ധനകൾ പാലിക്കപ്പെടുമ്പോഴാണ് 27 ഇരട്ടി പുണ്യം കിട്ടുക എന്നാണ്. വീട്ടിൽ നിന്ന് ഉദു ചെയ്യണം, നിസ്കാരം മാത്രം ലക്ഷ്യം വെച്ച് പള്ളിയിൽ വരണം, അവിടെ നിന്ന് കാത്തിരിക്കണം, ആ വരുന്ന വരവിന് പോലും മര്യാദകൾ പാലിക്കാനുണ്ട്, നിസ്കാരം മാത്രം ലക്ഷ്യമാക്കി വരണം, അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകണം. ഇതൊക്കെ പാലിക്കുമ്പോഴാണ് 27 ഇരട്ടി കൂലിട്ടുക. ഫർദ് നിസ്കാരം പള്ളിയിൽ മഹത്വം കൂടുതലാണ്, സുന്നത്ത് നിസ്കാരം വീട്ടിലാണ് കൂടുതൽ. അപ്പം അതൊരു കൃത്യമായി പ്ലാൻ ഉള്ളവനെ പറ്റുള്ളൂല്ലോ. അപ്പം പരിന്ന് ഒന്നുണ്ടാക്കി സുന്നത്ത് നിസ്കരിച്ച് പള്ളിക്ക് വരാം, ഇവിടുത്തെ ഫർദ് നിസ്കരിച്ച് പിന്നെ അടുത്ത സുന്നത്ത് നിസ്കരിക്കാൻ വീട്ടിൽ തന്നെ പോവുക. അപ്പം പോണ പോക്കിൽ വെറുതെ അത് ചെയ്തു പോകാൻ പറ്റിയ ഏർപ്പാടല്ല എന്നർത്ഥം. അതൊരു മനസ്സ് വെച്ച് ചെയ്യുന്നവനെ അങ്ങനെ കിട്ടുള്ളൂ. മറ്റിപ്പോൾ നമ്മളൊക്കെ എന്താ അറിയിക്കുക, അപ്പോൾ വലിയ പോയപ്പോൾ നിസ്കരിക്കലുണ്ടാവില്ല, തൽക്കാലം ഇവിടെ നിസ്കരിക്കുക അറിയും. നമുക്ക് അത്രേ ഉള്ളൂ. നമ്മൾ മറ്റൊരുപാട് ഓട്ടത്തിനിടയിൽ ഇതൊക്കെ സൈഡായി പോവാണ്. അപ്പോൾ ഈ 30 ദിവസം ഉണ്ടെങ്കിൽ 150 വക്തുകൾ ഉണ്ടാകും റമദാൻ. എല്ലാ ദിവസവും ജമാഅത്ത് വേണം. ഈ 150 വക്തെങ്കിലും ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ എന്താണൊരു പ്ലാൻ? ചിലപ്പോൾ നമുക്ക് ജോലി ഉണ്ടാവും, യാത്രകൾ ഉണ്ടാകും, ഇതൊന്നും നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റിക്കോളുന്നില്ല, എന്നും പ്രവർത്തനം വന്നിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള പള്ളികളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇങ്ങനെ ഹൈവേ കൂടി പോകുമ്പോൾ പിന്നെ പള്ളിയൊക്കെ കിട്ടും. അവിടെ ളുഹർ ബാങ്ക് കൊടുത്താൽ ഇത്ര മിനിറ്റാണ് ഇഖാമത്തിന്, മറ്റേ പള്ളിക്ക് ഇത്ര മിനിറ്റാണ് ഇഖാമത്തിന്. ഇത് നമുക്ക് ശേഷം ധാരണ ടൈം നമ്മൾ സാധാരണ പോകുന്ന റൂട്ടാണെങ്കിൽ നമ്മുടെ ഓഫീസ്, നമ്മുടെ ജോലി സ്ഥലം, നമ്മുടെ കച്ചവട സ്ഥലം, അതിനടുത്തുള്ള പള്ളി, അവിടുത്തെ ജമാഅത്തപ്പുഴ, അതൊക്കെ നോക്കി വെച്ചാൽ നമുക്കത് കിട്ടും. ചിലപ്പോൾ ആ നേരത്ത് ഒന്ന് കാടാണ്ട് ഒന്ന് പൂട്ടിപ്പോയി നഷ്ടമൊന്നും ലാഭം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ആ നേരത്തെ നല്ല കച്ചവടം ആൾക്കാരൊക്കെ വരണം, ആയിക്കോട്ടെ, എന്നാലും വാങ്ങാണ്ട് കൊടുത്താൽ ഞാൻ നിസ്കരിച്ച് വരാം എന്ന് പറഞ്ഞ് ഒന്നാണ്ട് അത് ഷട്ടർ താത്തിപ്പോയാലും അതും ലാഭമേ ഉള്ളൂ, നഷ്ടമൊന്നുമില്ല. ആ നേരത്തെ ചിലപ്പോൾ കച്ചവടം അധികം വരും, അത് ഒരു പക്ഷേ പരീക്ഷണമായിരിക്കാം. മുമ്പൊക്കെ റമദാൻ മാസം പലർക്കും സീസണല്ല, ഇന്നിപ്പോൾ അത് എല്ലാവർക്കും സീസണാണ്. റമദാൻ മാസം ഹോട്ടലിലേക്കും ബേക്കറിക്കാരനും എല്ലാവർക്കും ഇപ്പം റമദാൻ മാസം സീസണാണ്. മുമ്പ് ഓരൊക്കെ റമദാൻ മാസം ആയതിനൊക്കെ എടുത്തുവെച്ച് പോലാണ്. ഇന്ന് റമദാൻ ഏറ്റവും കൂടുതൽ കച്ചവടം. ഇപ്പം തന്നെ എല്ലാ സ്ഥലത്തും ബോർഡായി റമദാൻ സ്പെഷ്യൽ ഓർഡർ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൊറാട്ടയും ബിരിയാണിയും മുഴുവനും എല്ലാവർക്കും സീസൺ. എന്തായിക്കോട്ടെ, ഇതിലൊക്കെ ഒരു ആശ്വാസമാണല്ലോ. പക്ഷെ അതുകൊണ്ടൊക്കെ പലപ്പോഴും നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയും മറ്റു പല അമലുകൾക്കുമുള്ള അവസരം ഇല്ലാതായി പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മളെപ്പറ്റി ആലോചിച്ചാൽ എന്തു പറഞ്ഞാലും അറിവ് നമുക്ക് ഒരുപാട് കുറവാണ്, അമലും അങ്ങേയറ്റം കുറവാണ്, ഈമാനും പൊതുവെ വളരെ ദുർബലമാണ്. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. മുൻഗാമികളൊക്കെ എന്നാൽ ഓരെന്തായാലും അറിവിൽ അങ്ങേയറ്റമുള്ള ആളുകൾ, പണ്ഡിതന്മാരുടെ ഇടയിൽ ജീവിച്ച ആളുകൾ,
ഒരുപാട് അമലുകൾ ചെയ്ത ആളുകൾ, ഈമാനി അങ്ങേയറ്റം നമ്മളെക്കാൾ എത്രയോ മേലുള്ള ആളുകളൊക്കെയാണ് നമ്മളെ മുൻഗാമികൾ. ഇതിങ്ങനെ ഖിയാമത്തിലേക്ക് പോകും തോറും ഈ ഗ്രാഫ് കുറഞ്ഞ് 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 വരുള്ളൂ. അവരാഗ്രഹിച്ച സ്വർഗം തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് റമദാനിൽ കുറച്ചൊക്കെ ഈമാൻ വർദ്ധിപ്പിക്കണം, അറിവ് വർദ്ധിപ്പിക്കണം, അമലും വർദ്ധിപ്പിക്കണം. ഇത് മൂന്ന് നമ്മൾ കാണണം. ഇബാദത്ത് മാത്രമല്ല, റമദാൻ ഇബാദത്തിൻ്റെ മാസമാണ്. മുൻഗാമികൾ ക്ലാസ് പോലും നിർത്തിവെച്ചിട്ട് ഇബാദത്തിനാണ് ഇരിക്കുന്നത്. ഇമാം മാലിക് റഹ്മത്തൊക്കെ എല്ലാ ക്ലാസ്സും നിർത്തിവെക്കുന്ന റമദാനിന്നാണ്. അതേ മദീന പള്ളിക്കലെ മുദരിസാണ്. റമദാൻ മാസം വന്നാൽ എല്ലാ ക്ലാസ്സും ദർസൊക്കെ നിർത്തിവെച്ച് അദ്ദേഹം പരിപൂർണമായും ഇബാദത്തിലേക്ക് മുഴുകും. ഓരെ സംബന്ധിച്ച് ബാക്കി 11 മാസവും ദീന് പഠിക്കുന്നതിന്. നമ്മളെ സംബന്ധിച്ച് 11 മാസം ഒന്നുമില്ല, എന്തെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അത് റമദാൻ മാസമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എല്ലാം കൂടി ജംപ് ചെയ്യാൻ പറ്റും. ചില ആളുകൾ പറയുമ്പോൾ റമദാൻ ക്ലാസ് ഒന്നും വേണ്ട, പള്ളി ക്ലാസ്സിൽ തീർക്കണം, ഇബാദത്ത് ആയിക്കോട്ടെ, റമദാൻ മാസമല്ലേ ഇബാദത്ത് വേണം, ശരിയാണ്. പക്ഷെ ബാക്കി എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരക്കിടില്ല. നമ്മളെ സംബന്ധിച്ച് ബാക്കി 11 മാസവും വേസ്റ്റായി പോകണം പലപ്പോഴും. എങ്കിൽ ഈ ഒരു മാസമെങ്കിലും കുറച്ച് സമാധാനം, ഒരു ആശ്വാസം കിട്ടുമ്പോൾ ഈ 3 കാര്യം: 1 ഇബാദത്ത് അമലുകൾ വർദ്ധിപ്പിക്കുക, 2 ഈമാൻ വർദ്ധിപ്പിക്കുക, 3 നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക. ഈ 3നുമുള്ള ഒരു പ്ലാനാണ് ഇവിടെ. അപ്പോൾ കുറച്ച് നമുക്ക് പഠിക്കണം റമദാൻ മാസത്തിൽ. നമ്മൾ എല്ലാ സമയം പഠിക്കാതിരിക്കണ്ട, കുറച്ച് സമയം പഠിക്കണം. അപ്പോൾ എന്താ പഠിക്കുക, നമുക്ക് എങ്ങനെയാണ് പഠിക്കുക, എവിടുന്നാണ് പഠിക്കുക? അപ്പോൾ നമ്മളെ പള്ളിക്ക് അങ്ങനെ ഒരു ക്ലാസ്സൊക്കെ എടുക്കാൻ പറ്റിയ ഒരാൾ, നമ്മളെ പള്ളിയിൽ വന്ന് കൂടാൻ പറ്റിയ ആളുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ സംസാരിക്കാൻ പറ്റും. നിങ്ങൾ റമദാൻ മാസം എന്താ പരിപാടി, പ്രത്യേകിച്ച് ഞങ്ങളെ പള്ളിക്ക് വരുമോ, ഇവിടെ കുറച്ച് ദിവസം കൂടോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, നമുക്ക് കുറച്ചൊക്കെ ചോദിക്കാനും പഠിക്കാനും ചെറിയ എന്തെങ്കിലുമൊക്കെ കുറച്ച് വായിച്ചു തരാനും ഒക്കെ പറ്റുമല്ലോ. അങ്ങനെ ഒരു ആസൂത്രണം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എല്ലാ പള്ളിക്കും ഈ അന്യസംസ്ഥാനക്കാർ ഇമാമത്തും മറ്റും ഏറ്റപ്പോൾ നമുക്ക് വലിയ നഷ്ടപ്പെടാതാണ്. ഒരു വുളുവിൻ്റെ മസ്അല, നിസ്കാരത്തിൻ്റെ മസ്അല, പള്ളി കയറുമ്പോഴേ മസ്അല പോലും ചോദിച്ചാൽ ഒരിക്കൽ പറഞ്ഞാൽ അറിയില്ല. ഓരോ സാഹിത്യത്തിലെ ഓതും നമ്മൾ ഇമാമിനെ വെക്കാതിനെ പതാണല്ലോ, അയാൾ ഓത്തുകൊണ്ട് വാട്സപ്പിൽ അയച്ചു തരിക, അത് കമ്മിറ്റിക്കാർക്ക് പാടുന്ന ഷെയർ ചെയ്ത് ഞങ്ങൾ കേൾക്കുക, തിരക്കടി മുന്നോട്ടെ എന്ന് പറയാൻ ബാക്കിയൊന്നുമില്ല. അത് ഖിയാമത്തിന് അടയാളമാണ്. ഖിയാമത്തിന് അടയാളമാണ് സൗണ്ട് നോക്കിയിട്ട് ഇമാമ നിശ്ചയിക്കും എന്നുള്ളത്. അപ്പം അവിടെയാണ് ഇപ്പം ഉള്ളത്, നിവൃത്തില്ല. അപ്പം ഈ റമദാൻ മാസം വരുമ്പോഴെങ്കിലും അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെ പള്ളിയിൽ ഇനിയിപ്പോൾ എന്നില്ല ഒരു 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 10 ദിവസം ഇവിടെ വന്ന് കൂടാൻ പറ്റുമല്ലോ ഉണ്ടെങ്കിൽ അവസാനത്തെ 10 ആദ്യത്തെ 10 അല്ലെങ്കിൽ 4 ദിവസമെങ്കിലും ഇവിടെ വന്ന് കൂടാൻ പറ്റുക. അങ്ങനെ ആരെങ്കിലും 2-3 ഉസ്താദന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പേര് അവിടെ പള്ളി വന്ന് കൂടിക്കൂടി, നിങ്ങൾക്ക് വായിക്കാൻ സൗകര്യം ചെയ്തുതരാം, അവിടുന്ന് വായിച്ചോളി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ വരാൻ പറ്റിയ ആളുകൾ ഉണ്ടാവും. നമുക്കിത് ഉപയോഗപ്പെടുത്താം. എന്നിട്ട് ഒരു ഡെയിലി പ്ലാൻ, നമ്മൾ സുബഹിക്ക് ശേഷം ദിക്റുകൾ ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു, കുറച്ച് സമയം നമ്മൾ ഇബാദത്തിലായി മുഴുകുന്നു, ഇശ്റാഖ് നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര സമയം നമുക്ക് വല്ലതൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്താം. ഇനി അത് കഴിഞ്ഞ് ജോലിക്കോ മറ്റോ പോകാണ്ടായിക്കോട്ടെ, പോയിക്കോട്ടെ, എല്ലാവർക്കും ജോലി ഒഴിവാക്കിയുണ്ട് പള്ളി വന്നിരിക്കാനൊന്നും കഴിയൂല. എന്നാലും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിക്കൂടാ ഇല്ല. അത് കഴിഞ്ഞ് കുറച്ച് വിശ്രമം വേണം, ആയിക്കോട്ടെ, കുറച്ച് വിശ്രമിച്ചോട്ടെ. ഇങ്ങനെ അള്ളാഹുമായുള്ളൊരു ബന്ധം വർദ്ധിപ്പിക്കുക, ദീനിലുള്ള അറിവുകൾ കുറച്ച് നമ്മൾ വർദ്ധിപ്പിക്കുക, നമ്മുടെ ഈമാൻ, നമ്മുടെ അമലുകൾ അത് കൂട്ടുക. ഇതിനുള്ളൊരു പ്ലാനാണ് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലത്തെ ഈ ഒന്നുമില്ലാത്ത മനുഷ്യന്മാർക്ക് ചെയ്യേണ്ടത്. വലിയ വലിയ ആളുകളാണ് പഴയ കാലത്ത് വമ്പൻ ഒരുക്കം നടത്തി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഒലക്കെ പാരാൻ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ളുള്ള, മദീന പള്ളിക്ക് ദീന് പഠിപ്പിച്ച, എല്ലാ അർത്ഥത്തിലും ലോകം മുഴുവനും ഇമാം മുദാരിൽ ഹിജറ, മദീനയിലെ ഇമാം എന്ന് 1200 കൊല്ലമായി ആളുകൾ മുസ്ലിം ലോകം ഒന്നിച്ച് സ്വീകരിച്ചു പോകുന്നൊരു മഹാമനുഷ്യൻ. അവരൊക്കെയാണ് ദർശനം കൂടി നിർത്തിയാണ് ഇബാദത്തിലേക്ക് മുഴുകുന്നത്. പിന്നെ നമ്മളൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആ നിലക്കുള്ള ഒരു പ്ലാനും പദ്ധതിയുമാണ് നമുക്ക് പ്രധാനമായും വേണ്ടത്. ഈ 30 ദിവസത്തെ എല്ലാ നിസ്കാരവും ജമാഅത്തായി കിട്ടണം. അത് നിർബന്ധ ബുദ്ധിയാണ്, നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കാൻ മറ്റു പലതും ചിലപ്പോൾ നമ്മൾ തൽക്കാലം നഷ്ടപ്പെടുത്തേണ്ടി വരും. ഒരാൾ നോമ്പറക്കാൻ വിളിച്ചു, നമ്മൾ ചോദിക്കേണ്ടി വരും, തൊട്ടടുത്ത് പള്ളിയുണ്ട്, വലിയ ജമാഅത്ത് ഇവിടുന്നാണ്. അതൊന്നുമില്ല, ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പിന്നാണ്ട് പോകാം എന്നാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് വലിയ ജമാഅത്ത് കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് നിസ്കരിച്ചിട്ട് വരാം, ഇപ്പം എന്നിട്ട് കഴിച്ചോളാം, ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഓരോന്നിനും വേണ്ടി നമ്മളെ ജമാഅത്ത് കണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ചെറിയ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെയൊക്കെ ഇത് തിരിച്ചു പിടിക്കാൻ പറ്റും. എപ്പോഴും അങ്ങനെയൊക്കെ നമുക്ക് പോകരുത്. എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് വിളിക്കും, അപ്പോൾ മീറ്റിങ്ങിനാണ് പോയി, പള്ളിക്ക് നല്ല മീറ്റിംഗ്, അപ്പോൾ വേറെ വിളിക്കും, അപ്പോൾ ജമാഅത്തില്ല ഒന്നുമില്ല, അങ്ങനെ പോകണ്ട. നമുക്ക് ആ പള്ളി കൂടാന്നാൽ മതി, ആ ഇത്ത പള്ളിയിലിരിക്കാം, ആ നിസ്കാരം കഴിഞ്ഞിട്ടിരിക്കാം എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പോൾ ആ രംഗത്ത് ശ്രദ്ധ. പിന്നെ ഫർളിന് പുറമെ സുന്നത്തായ അമലുകൾ, നിസ്കാരമാണെങ്കിലും അതേപോലെ അദ്കാറുകളാണെങ്കിലും മറ്റു
അമലുകളാണെങ്കിലും അവിടെയൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ, വിശിഷ്യ ഖുർആനുമായുള്ള ബന്ധം. ഖുർആന്റെ മാസമാണല്ലോ റമദാൻ. അവിടെ മുൻഗാമികളൊക്കെ ഖുർആൻ റമദാൻ ധാരാളമായി പാരായണം ചെയ്തതായി മുൻഗാമികളൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് ആ നിലക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. 2 തരം ഖുർആനോത്തുണ്ട്. ഒന്ന് അർത്ഥം ആലോചിച്ചും ചിന്തിച്ചും അത് ഉൾക്കൊണ്ടും കൊണ്ടുള്ള ഒരു ഓത്ത്. മറ്റൊന്ന് കേവല പാരായണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിക്ക് ഒരേ സമയത്ത് 2 ഇസ്ബ് നിലർത്തിപ്പോയി എന്ന് കാണാൻ പറ്റും. ഒന്ന് വേഗത്തിൽ അങ്ങനെ ഓതിപ്പോവും, അത് ഖുർആൻ ഓതിപ്പോവുക എന്ന ഉദ്ദേശം. ഒരു അക്ഷരം ഓതിയ 10 ഇരട്ടി പുണ്യമാണല്ലോ. അപ്പൊ ആ നിലക്ക് അവർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവർക്ക് ഫുള്ള് ഹിഫ്ലാണ്. നമ്മളെ മാലി മുസാഫ് മറിച്ച് അതിന് വേണ്ടി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയത് 7 ദിവസം കൊണ്ടാണ്. ആ 7 ദിവസം യാത്ര ചെയ്തപ്പോഴേക്ക് 14 പ്രാവശ്യം ഖുർആൻ ഫുള്ള് ഓതി കഴിഞ്ഞതാണ്. 7 ദിവസത്തെ യാത്രയിൽ 14 തവണ ഖുർആൻ കംപ്ലീറ്റ് ഓതിയിരിക്കില്ല. പോകുമ്പോഴൊക്കെ ഓതുകയാണ്. അത് പറ്റും, നമ്മളെ സംബന്ധിച്ചപ്പോൾ അത് കഴിഞ്ഞോളുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും ആ നിലക്ക് ശ്രദ്ധ ഖിറാഅത്തിന്റെ കാര്യത്തിൽ, അദ്കാറുകളുടെ കാര്യത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് ദിക്റുകൾ നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ചിലത് നമുക്ക് അറിയില്ല, ചിലത് അറിഞ്ഞാൽ നമ്മൾ ചെയ്യലില്ല. അതൊക്കെ അങ്ങനെയാണ്ട് ഒരു ഒഴുക്കിൽ നമ്മൾ അങ്ങനെ പോവാണ്. നമ്മളൊക്കെ നിസ്കരിക്കേണ്ട, നോമ്പൊഴിക്കുന്നുണ്ട്, എന്നതിനപ്പുറത്ത് ഒരു അടുക്കും ചിട്ടയും ഒരു പ്ലാനും ഒന്നും പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവാറില്ല. അപ്പൊ അവിടെയൊക്കെ ഒരു ശ്രദ്ധ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഇതിൽ ദീർഘമായ വേഗത്തിലുള്ള ഓത്ത് അദ്ദേഹം ഓതലുണ്ട്. മറ്റൊന്ന് ഓരോ ആയത്തും നിർത്തി അത് ആലോചിച്ച് അതിൻ്റെ അർത്ഥം നോക്കി അതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണം ചെയ്ത് അങ്ങനെ ചിലപ്പോൾ ആയത്ത് വീണ്ടും ആവർത്തിച്ച് ഓതി അങ്ങനെയൊക്കെ ഒരു കൊല്ലം വരെ പിടിക്കുന്നതാണ് അത് ഓതിക്കഴിയാൻ, ഒരു ആവർത്തി ഓതിക്കഴിയാൻ. അത് ഈ ഓത്താണ്. ചിലപ്പോൾ ഒരു ആയത്തന്നെ ഒരു രാത്രി ഫുള്ള് ഓർക്കാൻ വരാതെ നിൽക്കും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഒരു രാത്രി ഫുള്ള് ഒറ്റ ആയത്തമ്മ ഇരുന്ന് ആലോചിച്ച് കാണാൻ പറ്റും. ഒരായത്ത് ആലോചിച്ചിട്ട് അതേക്കുറിച്ച് അങ്ങനെ ഇരുന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. സുബഹി വരെ അതിനെപ്പറ്റി ആലോചിച്ച് അതിന് ഒരുപാട് മസ്അലകൾ കണ്ടെത്തി അങ്ങനെ സുബഹി വാങ്ങിക്കൊടുത്തപ്പോഴേക്കാണ്. അത് അവർക്ക് ആ നിലക്കുള്ള ബന്ധം ഖുർആനുമായി ഉണ്ടായപ്പോൾ കിട്ടിയതാണ്. ഇമാം നവവി റഹിമത്തുള്ളാഹിയുടെ അത്തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഖുർആൻ വാഹകർ പാലിക്കേണ്ട അദബുകൾ. അദ്ദേഹത്തിന്റെ കാലത്ത്, അന്നത്തെ കാലത്ത് അവിടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ധാരാളം ഹാഫിളുമാരുണ്ടായിരുന്നു. ഒരുപാട് ആൾ ഖുർആൻ ഹിഫ്ലാക്കാൻ മുന്നോട്ട് വന്നു. എല്ലാ സ്ഥലത്തും ആളുകൾ ഹിഫ്ലാക്കുന്നു. പക്ഷെ അതിന് ഒരു മര്യാദയും പാലിക്കുന്നില്ല, ആ ഖുർആനുള്ള ഒരു ബഹുമാനം പാലിക്കുന്നില്ല. അങ്ങനെ കണ്ടപ്പോൾ അവരൊക്കെ ഒന്ന് ഉത്ബോധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ കിതാബാണ് അത്തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ. അതൊക്കെ അദ്ദേഹം സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈകൾ മുതലുള്ളവരൊക്കെ ഈ രംഗത്ത് പാലിച്ച ഇത്തരം കുറേ മര്യാദകൾ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അതേപോലെ മറ്റൊന്ന് ദാനധർമ്മങ്ങളാണ്. അത് റമദാനിൽ പ്രധാനമാണ്. എപ്പോഴും നമുക്ക് സ്വതക്ക വേണം, റമദാനിൽ പ്രത്യേകിച്ചും വേണം. അത് കുറേ വലിയ സംഖ്യ കൊടുക്കുക എന്നുള്ളതല്ല. ഇപ്പം നബിതങ്ങളുടെ കാലത്ത് മദീനയിൽ വന്നിട്ട് അവിടെ പള്ളിക്കൽ ഒരാൾ ഒരു സ്വതക്കക്ക് വേണ്ടി വന്നാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അല്ലാഹുവിന്റെ റസൂൽ എന്നാണല്ലോ. കാന അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ പ്രവാചകരായിരുന്നു. നാം മദീനത്തെ ഏറ്റവും വലിയ പൈസക്കാരൻ നബിയാണോ? അല്ലല്ലോ. അവിടുത്തെ ഏറ്റവും വലിയ പൈസക്കാരൻ നബി അല്ല. അവിടുത്തെ ഏറ്റവും വലിയ ഫക്കീറന്മാരുടെ കൂട്ടത്തിലാണ് നബി തങ്ങളുള്ളത്. അവിടുത്തെ ഏറ്റവും ഫക്കീറന്മാരെടുത്താൽ അതിൽപ്പെട്ട ഒരു ഫക്കീറായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഈത്തപ്പനന്റെ ഓല കൊണ്ട് മറച്ചിട്ട് പോയ നബിന്റെ വീട്. അരക്ക് ഉയരത്തിൽ ഉരുളങ്കല്ല് കൊണ്ടുവന്ന് കുത്തി ഉണ്ടാക്കിയ ചുമരാണ് നബിന്റെ വീട്. ഈത്തപ്പനന്റെ ആ ഒരു മരം അതാണ് തൂണ്. ഈത്തപ്പന്റെ ഓല കൊണ്ട് മേലെ ഇട്ട വീടാണ്. വാതിൽ ഈത്തപ്പന്റെ ഓല മുടഞ്ഞിട്ട് അതിങ്ങനെ വെച്ചിട്ട് ഒരു വലിച്ചിട്ട് ഇടങ്ങ വീട്, വാതിൽ അതാണ് നബിന്റെ വാതിൽ. ആയിഷ ബീവി പറഞ്ഞത്, പ്രായപൂർത്തിയോട് അടുത്ത ഒരു കുട്ടി ഞങ്ങളെ വീട്ടിൽ കൈ പൊന്തിച്ചാൽ മേൽക്കൂരയിൽ തട്ടുമായിരുന്നു എന്നാണ്. ഒരു 10 വയസ്സുള്ള കുട്ടി, 11 വയസ്സായ കുട്ടിയൊക്കെ കൈ ഇങ്ങനെ പൊന്തിച്ചാൽ മേലെ തട്ടും. അപ്പൊ നമ്മളിപ്പോൾ സാധാരണ നമ്മളെ കുട്ടികളെ കണ്ടത് ഈ കളിക്കാണ്ടാക്കണ ഒരു കുറ്റിപ്പോര, ഏതാണ്ട് അതിൻ്റെ കുറച്ചും കൂടി ഒരു വലിയ കോലം. അതാണ് ഇപ്പം നബിതങ്ങളുടെ വീട്. 2 മാസം തീ കത്താത്ത വീടാണ്. 2 മാസം തീ കത്തിയിട്ടില്ല തുടർച്ചയായിട്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട് ആയിഷ ബീവിയോട്, എങ്ങനെ ഞങ്ങൾ ജീവിച്ചത്? പച്ചവെള്ളം കുടിക്കും, കാരക്കും തിന്നും, അതായിരുന്നു ഞങ്ങളുടെ ജീവിത രീതി. ആ നബിയെ പറ്റി പറയാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ നബിതങ്ങളായിരുന്നു. അപ്പൊ എങ്ങനെയപ്പത് പരിപാടി? ഏറ്റവും വലിയ സംഖ്യ കൊടുക്കുന്ന ആളൊന്നുമല്ല. അപ്പൊ സ്വതക്ക ചെയ്യാനുള്ള മനസ്സ്, അതാണ് ഏറ്റവും പ്രധാനം.
എന്തുണ്ട് ഏറ്റെടുക്കാം, ചെയ്യാം എന്നുള്ള ആ നബി തങ്ങൾ പറയുമായിരുന്നു, വല്ലവരും മരിക്കുമ്പോൾ മൻ തറക്ക മാലൻ, വല്ലവരും മരിക്കുമ്പോൾ ഒരു സമ്പത്തുണ്ടെങ്കിൽ അത് അവൻ്റെ അവകാശികൾക്കാണ്. എന്നോ മൻ തറക്ക ഇയാലൻ, മരിക്കുമ്പോൾ വല്ല ബാധ്യതകളോ പ്രായമാകാത്ത ചെറിയ ചെറിയ മക്കളോ ഒക്കെ ബാക്കി വെച്ചുകൊണ്ട് മരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇരയ്യ ഔ അലയ്യ, എൻ്റെ അടുത്തേക്ക് പറഞ്ഞോളൂ, ഞാൻ നോക്കിക്കോളാം. ആരെയും മരിച്ചു പോലെ കുട്ടികൾ പെട്ടെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിട്ടോളൂ, ഞാൻ നോക്കാം. ആരെയും മരിക്കുമ്പോൾ വല്ല കടമുണ്ടെങ്കിൽ ആ കടം ഞാൻ ഏറ്റെടുക്കാം, എൻ്റെ അടുത്തേക്ക് പറഞ്ഞോളി എന്ന് പറയുമായിരുന്നു. നബിക്ക് പറഞ്ഞാൽ എല്ലാം ഏറ്റെടുക്കാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ലല്ലോ. പക്ഷെ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടണം, എല്ലാവരും ഒന്ന് സഹായിക്കണം, എല്ലാവരും ഏറ്റെടുക്കണം എന്നൊരു മനസ്സാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത്. നമുക്ക് പൊതുവെ റമദാൻ മാസം ഇനിയിപ്പോൾ തുടങ്ങി ഫുള്ള് പിരിവായിരിക്കും, ഒരു സുഖമില്ല എന്ന് പറയും. അവിടെയാണ് പ്രശ്നം. നമ്മൾ പല മനുഷ്യന്മാരും ഗേറ്റ് പൂട്ടണം റമദാൻ മാസം, പിരിവേര് വന്നിട്ട് ശല്യക്കണം. ഒരു വന്ന് അൽഹംദുലില്ലാ നമുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കണ്ട, ഉണ്ടെങ്കിൽ കൊടുത്താൽ പോരെ. എല്ലാവരും വരട്ടെ, നമ്മളെ വീട്ടിലേക്ക് എല്ലാവരും വരട്ടെ, എല്ലാവരും നമ്മളെ സമീപിക്കട്ടെ. ആൾക്കാർ വരുന്നുണ്ടല്ലോ, ഒരാളും വരുന്നില്ലെങ്കിൽ എന്താ കാട്ടുക? ഒരാളും വരുന്നില്ലെങ്കിൽ നമ്മൾ എവിടെ പോയ സ്വതക്ക ചെയ്യാം? അപ്പം ആളുകൾ വരട്ടെ, നമ്മളുണ്ടെങ്കിൽ കൊടുക്കാം, ഉണ്ടോ ഇല്ലേ നമുക്കറിയാം, നമ്മൾ റബ്ബിനും അറിയാം. നമ്മൾക്ക് ഒന്നുമില്ല, കൊടുക്കാൻ പറ്റിയ സാഹചര്യമില്ല, കൊടുക്കാൻ വലിയ ആഗ്രഹമുണ്ട്, കൊടുക്കാൻ കഴിയാത്ത വേദനയുണ്ട്, നല്ലേക്ക് പറഞ്ഞവനെ പറഞ്ഞേക്കാം. നബി ഞങ്ങൾ പറഞ്ഞു ഫബികരിമത്തിൻ തൊയ്യീബ, ഒന്നുമില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞോളി. നമുക്ക് കൊടുക്കാൻ പൂതിയാണ്, പക്ഷെ നമ്മളടുത്ത് ഒന്നുമില്ല, അത് നമ്മൾ റബ്ബിനറിയാം. എങ്കിൽ കൊടുത്താൽ അതേ കൂലി കിട്ടും. കൊടുത്താൽ കിട്ടുന്ന കൂലി എന്താണോ അതേ കൂലി കിട്ടും. ഉണ്ടായപ്പോൾ കൊടുത്തിട്ടുണ്ട്, ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ്, കൊടുക്കാൻ കഴിയാത്ത വിഷമുണ്ട്, ആ കൊടുത്താലുള്ള അതേ കൂലി ഓന് കിട്ടും. ലാഭല്ലേ? മറ്റാളുകൾ റമദാൻ മാസം ഗേറ്റ് പൂട്ടി എന്നൊരു ബെല്ല് പോലും ഓഫാക്കിയിട്ട് മനുഷ്യന്മാരൊക്കെ ഉണ്ട്. ഇത് ആൾക്കാരിങ്ങനെ വന്ന് ബെല്ലടിക്കാണ്. പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെ വെച്ച് വലിയ വീടൊക്കെ ആണെങ്കിൽ കുറേ ആൾ കയറി വരും, ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, അത് സന്തോഷമായി കാണണം. അത് നമുക്കൊരു സന്തോഷമുള്ള, നമ്മളടുത്ത് വന്നല്ലോ, നമ്മുടെ പള്ളിക്ക് വന്നല്ലോ, നമ്മളെ പള്ളിക്കൊക്കെ നമ്മൾ എല്ലാ വക്തും പിരിവെടുക്കുക. ആരും കൊടുത്തോട്ടെ. ചിലപ്പോൾ കമ്മിറ്റിക്കാർക്ക് തോന്നില്ല നമ്മൾ പിരിവെടുക്കില്ല, പിരിച്ചാൽ പിന്നെ ആൾക്കാർ പിരിവാറി, അതിനെ വരാത്തവൻ എൻ്റെ നല്ലാത്തതാണ്. നമ്മളെല്ലാ 5 നേരവും ഹയ്യാല സ്വലാ എന്ന് പറഞ്ഞില്ല, എന്താ ഇപ്പോൾ 5 ഇങ്ങനെ വിളിക്കണം, അത് മോശം, വേണ്ട, ഒരിട്ടൊക്കെ മതി എന്ന് പറഞ്ഞില്ലല്ലോ. ഇതിപ്പോൾ രാവിലെ വിളിച്ചു, ഉച്ചയ്ക്ക് പിന്നെയും വിളിച്ചു, അസർക്ക് പിന്നെയും വിളിച്ചു, മരുപിരി പിന്നെയും വിളിച്ചു, സ്കൈക്കാൻ പറ്റി. അതിപ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്, അപ്പോൾ വേണ്ട, നമുക്കൊരു ഇടയ്ക്കൊക്കെ മതി എന്ന് തീരുമാനിക്കണില്ലല്ലോ. നമ്മൾ നിർബന്ധിക്കേണ്ട. ഇങ്ങനെ സംരംഭമുണ്ട്, ഒരു ബക്കറ്റ് ഉണ്ടാവും, ആരെയും മണി കൊടുത്തോളി പറഞ്ഞു, ആരും ഇട്ടില്ല, ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ഒരു 2 റുപ്യ ഇട്ടു, ആയിക്കോട്ടെ, കിട്ടിയത് മതി. വലിയ സംഖ്യ കൊടുക്കുക എന്നുള്ളതല്ല, അതൊരു ശീലമായി മാറണം. നമുക്ക് മരിക്കുമ്പോഴുള്ള വിലാപം എന്താണ്? പഠിച്ചോ ലേശം കൂടി നീട്ടി തന്നാൽ ആയുസ് കുറച്ച് നീട്ടിത്തരുകയാണെങ്കിൽ ഞാൻ സ്വതക്ക ചെയ്യാം, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം. അതാണ് സ്വതക്കൻ്റെ മഹത്വം. നമ്മൾ ആര് വന്ന ആയിക്കോട്ടെ വരി, ഏത് പിരിവരി ചോദിച്ചാലും ഏത് പള്ളിക്കാർ ചോദിച്ചാലും ആയിക്കോട്ടെ വന്നോളി, നമുക്കിവിടെ പറയാം എന്ന് പറയാം. അവിടെ ഒരാൾ നീച്ചെന്ന് പറയാം, അങ്ങനെ ടീം വന്നിട്ടുണ്ട്, വല്ലതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോളി എന്ന് പറയാം. ഒരു ബക്കറ്റ് അവിടെ വെക്കുക, ആരെയും കൊടുത്തോട്ടെ. അത് കുറേ ആൾക്കുണ്ട്, ആകെ 100 റുപ്യ എട്ടി, ആയിക്കോട്ടെ, ഇനിയിപ്പം എന്താ നമുക്ക് പ്രശ്നം? നമ്മൾ കൊടുത്തേപ്പിച്ച പൈസ ഒന്നുമില്ലല്ലോ. പക്ഷെ ആ ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നന്മകളിൽ മുന്നേറാനുള്ള ഒരു മനസ്സ്. നബി തങ്ങൾ ഒരിക്കൽ ആഹ്വാനം ചെയ്ത് യുദ്ധ ഫണ്ടിലേക്ക്, യുദ്ധം പ്രഖ്യാപിച്ചു, ഫണ്ട് വേണം. അപ്പം നബി തങ്ങൾ സാധാരണ മിമ്പർമെന്ന് പറയും, നമുക്ക് യുദ്ധമുണ്ട്, ഫണ്ട് ആവശ്യമുണ്ട്, ആയുധം വാങ്ങണം, കുതിരനെ വാങ്ങണം, പല ആവശ്യങ്ങളുണ്ട്, എല്ലാവരും കഴിവനുസരിച്ച് സ്വതക്ക ചെയ്യണം എന്ന് നബി തങ്ങൾ മിമ്പർമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും കഴിവനുസരിച്ചൊക്കെ ഇങ്ങനെ കൊടുത്തു. അപ്പം ചില ആളുകൾ ഒന്നാകെ ചാക്കിൽ കെട്ടിയിട്ട് ഓരോരുത്തരുടെ ഉൽപ്പന്നം, ചിലപ്പോൾ ഈത്തപ്പഴാവും, അരി എന്താണുള്ളത് അതാവും, ഒന്നാകെ കെട്ടിയിട്ട് ഇങ്ങനെ പുറത്തേറ്റിട്ട് നടുങ്ങനെ വളഞ്ഞുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് പള്ളിക്ക്, കൊണ്ടുവന്നിട്ട് ഇതാ നബി ഇതിൻ്റെ വക. അപ്പം ചിലരിങ്ങനെ അപ്പുറത്തുനിന്ന് ഇതൊന്നും ഇപ്പോൾ ഒരു ആത്മാർത്ഥമായി കൊണ്ടുവരില്ല, ഇതൊക്കെ അപ്പോൾ ആൾക്കാർ കാണാൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങനെ ഏറ്റിപ്പിടിച്ച് കൊണ്ടുവരുന്നത്. വേറൊരുത്ത ലേശം നമ്മളെ ഭാഷ പറഞ്ഞാൽ ഒരു പോങ്ങ കൊടുത്തതാണ് നബി, ഇതിൻ്റെ ഉള്ളിലോട്ട് വേറൊന്നുമില്ല, ഉള്ളതുണ്ട് കൊടുന്നതാണ്. അപ്പം പിന്നെ വക ഇത് പാലിക്കാൻ വേണ്ടി ഇത്ര ഓപ്പം കൊടുത്തു കണ്ടില്ലേ. ഇതുകൊണ്ട് ഇപ്പം എന്താ കാര്യം? അല്ല ഈ 3-ാം ടീമിനെ ആക്ഷേപിച്ചുള്ള ആയത്തിറക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വതക്ക ചെയ്യുന്ന ആളുകളെ കുത്തിപ്പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ച അല്ലാഹു തആല ആയത്തിറക്കി. അപ്പൊ അവിടേക്ക് നമുക്ക് ചില പാഠങ്ങൾ ഉണ്ട്. അതുകൊണ്ട് കുറേ റമദാൻ മാസം നമ്മുടെ ജീവിതത്തിലൊക്കെ
കഴിഞ്ഞു പോയി. അതൊക്കെ പലപ്പോഴും അങ്ങനെ തട്ടിമുട്ടിട്ട് പോയതാണ്. കഴിഞ്ഞ റമദാൻ അവസാനിക്കുമ്പോൾ പല തീരുമാനം നമുക്ക് എടുത്തിരുന്നു. ഏതൊരു പ്രോസസ്സിങ് ആയാൽ പറ്റൂല. അവസാനത്തെ ഖുതുബ കേട്ടപ്പോൾ, അവസാനത്തെ ക്ലാസ് കേട്ടപ്പോൾ, ചില പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലും മറ്റൊക്കെ നമുക്കിങ്ങനെ കിട്ടിയപ്പോൾ അന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഏതാ റമദാൻ മാസം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്ന് ഉഷാറാകണം എന്നൊക്കെ വിചാരിച്ചു പോയതൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് പിന്നെ ഉഷാറായിട്ടില്ല. ഇപ്പം ആലോചിക്കുമ്പോഴാണ് ഇതൊക്കെ അപ്പം അന്നൊക്കെ തീരുമാനിച്ചു, അതൊന്നും പിന്നെ ഇപ്പം നടന്നിട്ടില്ല എന്നുണ്ടാവും. എങ്കിൽ ഇതെങ്കിലും നമ്മളൊന്ന് ഇപ്പം തന്നെ ഒരുങ്ങിയാൽ നമുക്ക് പറ്റും. ആ നിലക്കുള്ള ഒരു ഒരുക്കം നമ്മൾ നടത്തുക. എല്ലാത്തിനേക്കാളേറെ വിശ്വാസമാണ് അതിപ്രധാനം. വിശ്വാസം ശരിയല്ലെങ്കിൽ പിന്നെ ഇതോടൊന്നും കാര്യമില്ല. അടിത്തറ വിശ്വാസമാണ്, തൗഹീദാണ്. അത് തകരാറുണ്ടോ ബാക്കിയൊന്നും കാര്യമില്ല. അപ്പൊ എല്ലാത്തിലും ഉപരി വിശ്വാസമാണ് പ്രധാനം. വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ നീ എത്ര ഒരുങ്ങിയിട്ടും എന്ത് അമൽ ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല. ജീവനാണ് വിശ്വാസം. ജീവൻ പോയാൽ പിന്നെ ബാക്കിയൊന്നും കാര്യമില്ലല്ലോ. കയ്യും കാലും കണ്ണും കാതൊക്കെ ഓക്കെയാണ്, പക്ഷെ ജീവൻ പോയി പിന്നെ അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്നതുപോലെ ഇസ്ലാമിന്റെ ജീവൻ വിശ്വാസരേഖയാണ്. അത് വിശ്വാസരംഗത്ത് പാളിച്ചകൾ സംഭവിച്ചാൽ അതോടുകൂടി ബാക്കി എല്ലാം നിഷ്ഫലമാണ്. നബിതങ്ങളുടെ കാലശേഷം സ്വഹാബിമാർ ജീവിച്ചിരിപ്പുള്ള കാലത്താണ് ഖദരികൾ എന്ന് പറയുന്ന ടീം ഇറങ്ങിയത്. അള്ളാഹുവിന്റെ ഖദാ ഖദർ ഇല്ല എന്നാണ് ഓലവാദം. ഖദാവും ഖദറൊന്നുമില്ല, അള്ളാഹ് അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഇവിടെ ഒന്നും വിധിച്ചിട്ടില്ല. അള്ളാഹു തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചാണ് വിട്ടു. പിന്നെ ഓര് ചെയ്യുക, അത് ഓർക്ക് സ്വാതന്ത്ര്യമാണ്. അള്ളാഹ് അതിൽ ഇടപെടുന്നില്ല, അള്ളാഹ് തീരുമാനിച്ചിട്ടുമില്ല. അവർ ചെയ്യുമ്പോഴേ അള്ളാഹ്ക്കും അറിയുള്ളൂ ഇവിടെ എന്താ ചെയ്യാന്നുള്ളത്. നമ്മൾ നാളെ എന്താ ചെയ്യാന്ന് അള്ളാഹ്ക്ക് ഒന്നും അറിയില്ല. അത് നമ്മൾ ചെയ്യുമ്പോൾ അല്ല അപ്പൊ കാണുന്നു, അപ്പൊ അള്ളാഹ്ക്ക് മനസ്സിലാകുന്നു എന്നല്ലാതെ ഖദാ ഖദറൊന്നും ഇല്ല എന്ന് വാദിച്ചു കൊണ്ടൊരു സംഘം രംഗത്ത് വന്നു. അന്ന് സ്വഹാബിമാർ മരിച്ചു തിന്നിട്ടില്ല. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ ഒക്കെ അന്ന് രംഗത്ത് സജീവമായിട്ടുള്ള സമയമാണ്. അദ്ദേഹമൊക്കെ മദീനയിൽ ഉറക്കെ പ്രഖ്യാപിച്ചു. ചില ആളുകൾ ഇപ്പം രംഗത്തിറങ്ങിയിട്ടുണ്ട്, അവർ ഖദർ നിഷേധിക്കുന്നുണ്ട്. അവർ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി, ഖദർ വിശ്വസിക്കാതെ അത് സ്വീകാര്യമല്ല. ഖദാ ഖദർ വിശ്വാസമല്ലേ, ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ വാദിക്കുന്ന വല്ലവനെയും കണ്ടാൽ നിങ്ങൾ അറിയിക്കുക, ഇബ്നു ഉമറിന് അവരുമായി ബന്ധമില്ല, അവർക്ക് ഇബ്നു ഉമറുമായി ബന്ധമില്ല എന്ന് നിങ്ങൾ അറിയിച്ചു കൊള്ളുക എന്ന് പറയുമായിരുന്നതാണ്. അതേപോലെ ജഹ്മികൾ ജബരികൾക്ക് വന്നപ്പോൾ അതിശക്തമായിട്ടാണ് അന്നത്തെ പണ്ഡിതന്മാരൊക്കെ അവർക്കെതിരെ രംഗത്തിറങ്ങിയത്. ഇമാം ബുഖാരിയുടെ ഖൽഖ് അഫ്ആലുൽ ഇബാദ് എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയത് തന്നെ അവർക്കെതിരെയാണ്. ഖൽഖ് അഫ്ആലുൽ ഇബാദ് എന്ന വിഷയം ജഹ്മികൾക്ക്, മുഅത്തലികൾക്ക്, അള്ളാഹിന്റെ സിഫത്ത് നിഷേധിക്കുന്ന ആളുകൾക്കൊക്കെ ഖണ്ഡനമായി കൊണ്ട് അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ഖൽഖ് അഫ്ആലുൽ ഇബാദ്. അതൊക്കെ നമ്മൾ വായിച്ചാൽ നമ്മളും കൂടി ബേജാറായി പോകും. ആ കോലത്തെ അന്നത്തെ പണ്ഡിതന്മാർ അവരെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ. ഓല് ഇസ്ലാമിൽ തന്നെ പുറത്തു പോയ ആളുകളാണ്. അള്ളാഹിന്റെ സിഫാത്ത് നിഷേധിക്കാൻ തുടങ്ങിയാൽ, ഖുർആൻ അള്ളാഹിന്റെ കലാമല്ല മഖ്ലൂഖാണ് എന്ന് പറഞ്ഞ ആള് അയാൾ കാഫിറാണ്, മതത്തിൽ നിന്ന് പുറത്താണ് എന്ന് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം അന്ന് ധാരാളം പണ്ഡിതന്മാർ, ഇബ്നു ഉയൈനയെ പോലെ, ഇമാം സൗരിയെ പോലെ, ഇമാം ബുഖാരിയെ പോലെ, ഇമാം മാലിക് അഹമ്മദിനെ പോലെ ഒക്കെയുള്ള അന്നത്തെ പണ്ഡിതന്മാരൊക്കെ അവരെ പറ്റി അത്ര ശക്തമായി പ്രഖ്യാപിച്ച ഒരുപാട് പ്രഖ്യാപനങ്ങൾ, ഉദ്ധരണികളെ ഇമാം ബുഖാരി ആ കിതാബിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. വിശ്വാസരംഗത്ത് ചെറിയ വീഴ്ചകൾ വന്നാൽ പോലും എല്ലാം അതോട് നിഷ്ഫലമായി മാറും. പിന്നെ പോകാൻ കുറെ നിസ്കാരമുള്ള ആളാണ്, വലിയ വിഭാഗത്തുള്ള ആളാണ്, അവിടെ ഒന്നും കാര്യം ഉണ്ടാവില്ല. ജഅദികൾ എന്ന് പറയുന്ന അന്നത്തെ അള്ളാഹുവിന്റെ സിഫാത്ത് നിഷേധിച്ച, ഖുർആൻ മഖ്ലൂഖാണ് എന്ന് വാദിച്ച സംഘമുണ്ട് ജഅദികൾ. ഇവിടെ നേതാവായിരുന്നു ജഅദ് ബിൻ ദിർഹം. ജഅദ് ബിൻ ദിർഹമിനെ ഇസ്ലാമിക കോടതി അവസാനം കൊല്ലാൻ വിധി പ്രഖ്യാപിക്കുകയും ബലിപെരുന്നാക്ക് അറക്കുകയാണ് ചെയ്തത്. ബലിപെരുന്നാക്ക് ഖതീബ് പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് നിങ്ങളൊക്കെ ഉളഹിയത്ത് അറക്കുക, ഞാനിന്ന് ജഅദിനെയാണ് അറക്കാൻ പോണത്. എല്ലാവരും നിങ്ങൾ മൃഗത്തിന് അർത്തോളി, ഞാൻ എൻ്റെ ഉളഹിയത്ത് ജഅദിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ടിട്ട് അർത്തുന്നതാണ് ജഅദ് ബിൻ ദിർഹമിനെ. അത്ര വലിയ ഗൗരവമായിട്ടാണ് അവിടേക്ക് ആ വിശ്വാസ വ്യതിയാനങ്ങളെ അന്ന് മുസ്ലിം ലോകം, മുസ്ലിം ഭരണാധികാരികൾ, മുസ്ലിം കോടതികൾ എല്ലാം അന്ന് കണ്ടത് അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മളെ വിശ്വാസം പ്രധാനമാണ്. അള്ളാഹു റസൂലും പഠിപ്പിച്ച വിശ്വാസം തന്നെയാണോ
അതല്ല വെറുതെ കേട്ട് കഴിയുമ്പോൾ അങ്ങനെ പോവുക, ഒന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടുമില്ല, ഒന്നും അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടുമില്ല, നമ്മളെങ്ങനെ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്, എന്തും ഏതും വിശ്വസിക്കണ കുളത്തിലാണെങ്കിൽ നമ്മൾ റമദാൻ മാസം പട്ടിണി കിടന്നൊക്കെ പട്ടിണി മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ രംഗത്തൊക്കെ ഒരു നല്ല ശ്രദ്ധ നമുക്കുണ്ടാകണം. ആയുസ് കുറച്ചേ ഉള്ളൂ, അമല് വളരെ കുറവാണ്, ഈമാൻ അങ്ങേയറ്റം ദുർബലമാണ്. അതുകൊണ്ട് ഈ ചെയ്തും കൂടി അവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ നഷ്ടപ്പെട്ട ആരും ഉണ്ടാവില്ല. ഇങ്ങനെ സമയം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ പോകും, ആയുസ് അവസാനിച്ചാൽ നമ്മളൊക്കെ യാത്ര പോകും. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഇതൊക്കെ വൃഥാവിലായി പോയി, ഒന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല, വിശ്വാസം തകരാറായത് കൊണ്ട് അമലൊക്കെ തള്ളപ്പെട്ടു പോയി എന്നാണെങ്കിൽ പിന്നെ തിരുത്താനൊന്നും സമയമില്ല. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഉള്ളത് വൃത്തിയാക്കാൻ, ഉള്ളത് ഭദ്രമാക്കാൻ നാം പരിശ്രമിക്കുക. അതൊക്കെ സ്വീകരിക്കപ്പെടാൻ എന്തൊക്കെ വേണമോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ആ നിലയ്ക്ക് ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഉണ്ടാക്കി, വെറുതെ എല്ലാവരും പോണ പോലെ പോകുക, നാട് മൊത്തം അങ്ങനെ പോകും, ദുന്യാവ് അങ്ങനെ പോയിക്കൊണ്ടേക്കും. അത് ആൾക്കാർക്ക് പോലെ രാഷ്ട്രീയം ചെമ്പകളും നായാട്ടും പോലെ പൈസയും എല്ലാതും ദുന്യാവ് അങ്ങനെ തന്നെയാണ്. ദുന്യാവിൽ ഇതൊക്കെ ഖുർആൻ അനുസരിച്ചൊന്നുമല്ല ദുന്യാവ് പോലെ. ദുന്യാവ് അല്ല ഒന്നാകെ വാരിക്കൂലി ഒഴിവാക്കി വിട്ടതാണ്. അത് പല ടൈപ്പ് ആളുകൾ കൈകാര്യം ചെയ്യും. അതൊക്കെ പാടെ നോക്കി അതിനൊക്കെ പിന്നാലെ ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരലോകം നഷ്ടമായി മാറും. അത്യാവശ്യമുള്ള ദുന്യാവിൽ നമുക്ക് വേണം, അത് ഇല്ലാതാക്കാൻ പറ്റൂല്ലോ. ദുന്യാവിനെ വിഹിതം മറക്കണ്ട എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഇവിടെ ജീവിക്കണം, ഇവിടെ ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കണം, ഒരു വീട് വേണം, അത്യാവശ്യം വരുമാനം വേണം, ഇതൊക്കെ ആവശ്യമാണ്. ഇതൊന്നും വേണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ പരലോകം മറന്നുകൊണ്ടുള്ള ദുന്യാവ് നമുക്ക് ആവശ്യമില്ല. 60-70 വയസ്സായിട്ടും പിന്നെയും കാണാം ആൾക്കാർ എവിടെയെങ്കിലും പോയി നിസ്കാരമില്ല, ജുമുഅയില്ല, ജമാഅത്തുമില്ല, എന്നിട്ട് എവിടെയും പോയിക്കാണ്ട് ഒരു ഏർപ്പാട് കൊടുക്കാണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ എന്താവനുണ്ടോ ചോദിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഏതെങ്കിലും വഴിക്ക് പോയി എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നല്ല ചിന്തിക്കേണ്ടത്. അതൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോളും. അധ്വാനിക്കണം, മരിക്കോളം നമ്മൾ അധ്വാനിക്കണം, വെറുതെ ഒന്നും വേണ്ട. പക്ഷേ നമ്മുടെ മുഖ്യ ലക്ഷ്യം ദുനിയാവല്ല. നമ്മുടെ പ്രാർത്ഥന അതാണ്, റബ്ബേ ദുനിയാവ് ഞങ്ങളെ അക്ബറു ഹമ്മാക്കല്ല, ഏറ്റവും വലിയ മുഖ്യമായ കാര്യം നീ ദുനിയാവാക്കല്ല. വലാ മബ്ലഗ ഇൽമിന, ഞങ്ങളെ ഇൽമിന്റെ ആകത്തുക ദുനിയാവാക്കി മാറ്റല്ല എന്നാ. ഒക്കെ പഠിച്ചത് ആകെ ദുനിയാവിന്റെ പിന്നാലെയാണ്, ഓരോ ഏറ്റവും മുഖ്യമായ ചിന്ത ദുനിയാവാണ്. അല്ല, അതല്ല വേണ്ടത്, ആഖിറമാണ് പ്രധാനം. എന്നാ ദുനിയാവ് വേണം. അല്ലാഹു അസ്ലിഹ്ലി എന്ന് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ദീന് പറഞ്ഞു, ദുനിയാവ് പറഞ്ഞു, ആഖിറം പറഞ്ഞു. ദുനിയാവ് നന്നാക്കി തരണേ, ഫിഹാ മആശി, അതിലാണ് എൻ്റെ ജീവിതം, അതുകൊണ്ട് ആ ദുനിയാവ് നന്നാക്കി തരണേ. ആഖിറം നന്നാക്കി തരണേ, ഇലൈഹാ മആദി, അതിലേക്കാണ് മടങ്ങിച്ചെല്ലാനുള്ളത്. തിരിച്ചുപോക ആഖിറത്തേക്കാണ്, അവിടെ നന്നായി കിട്ടണം. തൽക്കാലം ജീവിക്കുന്ന ദുനിയാവിലാണ്, ഇത് നന്നായി കിട്ടണം. എല്ലാത്തിനും ഉപരി ദീന് നന്നാക്കി തരണം. ഹിയ ഇസ്മത്തു അംരി, അതാണ് എൻ്റെ കാര്യങ്ങളിൽ മുഖ്യമായ കാര്യം, ദീനാണ്. അത് റബ്ബെ നന്നാക്കി തരണേ എന്നാണ് നബി തങ്ങളുടെ പ്രാർത്ഥന. ആ നിലക്കുള്ള ഒരു മാറ്റത്തിന് ഞാൻ നിങ്ങളുമൊക്കെ തയ്യാറാവുക. ഈ റമദാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് ഒരു നല്ല ഒരു ആസൂത്രണം നമ്മളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ 3 കാര്യം നേരത്തെ പറഞ്ഞ, 1 ഈമാന്, 2 അമല്, 3 ഇൽമ്. ഇത് 3ഉം കൂടെ സംഗമിച്ചുകൊണ്ട്, ഇത് 3ലും ഒരു വർധനവ്, പക്ഷേ ഈമാൻ കുറച്ച് കൂടി റമദാനെ കൊണ്ട് എന്നാവണം. അറിവും ലേശം വർദ്ധിച്ചു, അതിനെ അറിയാത്ത പലതും ഈ റമദാൻ മാസം പഠിക്കാൻ കഴിഞ്ഞു. ഒന്നും വേണ്ടങ്ങൾ അമാന്യമായ ഖുർആൻ പരിഭാഷ തെച്ചിട്ട് അതൊന്ന് വായിക്കാൻ വേണ്ടിക്കൂടി. ദിവസം ഒരു ജുസ് വായിച്ചാൽ 30 ദിവസം കൊണ്ട് 30 ജുസ് വായിച്ചു കഴിഞ്ഞില്ലേ. അതിന് പർപ്പുസ്ഥാന പരിഭാഷ അതാ, ഒറ്റവാളേ ഉള്ളൂ. അതെടുത്തിട്ട് ഒരു ജുസ് ഒരു ദിവസം വായിക്കാം എന്ന് തീരുമാനിച്ചാലും 30 ദിവസം കൊണ്ട് 30 ജുസ് വായിക്കാൻ പറ്റും. അറിവുണ്ടാക്കാൻ പറ്റിയൊരു മാർഗമാണത്. അതിന് കുറച്ച് ഹദീസ് നമ്മൾ എടുത്തിട്ട് ഈ റമദാൻ മാസം ദിവസം 10 ഹദീസ് പഠിക്കുക എന്ന് തീരുമാനിച്ചാൽ 30 ദിവസം കൊണ്ട് നമുക്ക് 300 ഹദീസ് പഠിക്കും. അഖീദയുടെ ഒരു 10 മര്യാദ ഒരു ദിവസം പഠിക്കാൻ തീരുമാനിച്ചാൽ 30 ദിവസം കൊണ്ട് 300 മര്യാദ നമുക്ക് പഠിക്കും. നമുക്ക് എന്തെല്ലാം അറിയാത്ത കാര്യമുണ്ട്. നമ്മൾ ഓരോ ഖുത്ബ കേൾക്കുമ്പോഴാണ് പഠിച്ചത്, അങ്ങനെയൊക്കെ ഉണ്ടോ. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുത്ബ മഹബത്തുമായി ബന്ധപ്പെട്ടുന്നത്, സ്നേഹം. അപ്പൊ അവിടേക്ക് നമ്മളൊരിക്കലും ആലോചിക്കാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത എത്രയോ സംഗതികൾ, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ രംഗത്തും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പരലോകം നഷ്ടപ്പെടുകയില്ല. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇവിടെ നേരം വെളുക്കും വൈകുന്നേരമാകും, ദിവസവും ആഴ്ചയും മാസങ്ങളും അങ്ങനെ കഴിഞ്ഞ് പോകും. അതിനൊക്കെ കുട്ടികളെ കെട്ടിക്കലും, പുരണ്ടാക്കലും, റൂം വലുതാക്കലും, മുറ്റം നന്നാക്കലും, വണ്ടി മാറ്റലും, ഇതൊക്കെ ഇങ്ങനെ അതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒന്നും വേണ്ടെന്നല്ല. പക്ഷെ അയിമക മാത്രമായി പോകും, എല്ലാം വേറെ ഒന്നും ഉണ്ടാവില്ല.
ഒരു 50, 60, 70 വയസ്സ് ജീവിച്ചിട്ട് ഇപ്പം എന്തുണ്ടായി വെച്ചാൽ ആദ്യം ഒരു വണ്ടി വാങ്ങി, പിന്നെ മാറ്റി വേറെ വണ്ടി വാങ്ങി, അത് മാറ്റി വേറെ വണ്ടി വാങ്ങി. ആദ്യം ചെറുതായിരുന്നു, അങ്ങേപ്പുറത്ത് 2 റൂം എടുത്തു, പിന്നെ ഇപ്പുറത്ത് മേലൊക്കെ എടുത്തു, അങ്ങേപ്പുറത്തെ മുറ്റം നന്നാക്കി, ഒരു ചുറ്റുമതിൽ വെച്ചു, അങ്ങേപ്പുറത്തെ 10 സെൻറ്റ് ബുക്കാണ്, അപ്പോൾ അത് വാങ്ങി, ഇപ്പുറത്ത് വേറെ സ്ഥലം ഓൻ ബുക്കാൻ വെച്ചു, അപ്പോൾ അതും വാങ്ങി. ഇങ്ങനെ നടന്ന് ഓൻ്റെ ആയുസ് അങ്ങനെ പോയി. ഓൻ മരിച്ചാൽ പിറ്റേ കുട്ടികളൊക്കെ കൂടി ഓരിച്ചാണ്ട് ഓല് കൊണ്ടുപോകും ചെയ്യും. അത്രയേ ഉള്ളൂ. അതിനർത്ഥതൊന്നും വേണ്ട, അതൊക്കെ വേണം. പക്ഷെ അതല്ല അക്ബർ ഹമ്മ്. ഇന്നലെ അയാൾ പറഞ്ഞു, അയാൾ 10-25 കൊല്ലമായിട്ട് ഗൾഫിൽ പണിയെടുക്കുകയാണ്. അപ്പോൾ ഉമ്മ ഭയങ്കര സങ്കടം പറഞ്ഞു, എൻ്റെ മോനെ ഒരുപാട് കടമുണ്ട്, എന്ത് വീട് കിട്ടണില്ല എന്ന്. അപ്പം നമുക്കൊന്നും ആലോചിച്ചൊരു കടം വരാൻ ഒരു വകുപ്പില്ല. അത്യാവശ്യം കൊല്ലങ്ങളായിട്ട് അവിടെ ഇങ്ങനെ മാന്യമായ ഒരു സ്ഥാപനമൊക്കെ ഉണ്ട്, അത്യാവശ്യം ചുറ്റുപാടൊക്കെ മോശമില്ല. അപ്പം എങ്ങനെയാ ഇപ്പോൾ കടം വരാൻ ഒരു വകുപ്പില്ല. അപ്പം അന്വേഷിച്ച് നോക്കുമ്പോൾ സംഗതി മറ്റേ പെങ്ങളെ പറമ്പ് കൊടുത്ത അതും വാങ്ങി, ഇപ്പോഴത്തെ മറ്റേ അമ്മായിൻ്റെ ബുക്കാം അതും വാങ്ങി, ഇപ്പോഴത്തെ അയൽവാസിൻ്റെ പറമ്പ് ബുക്കാം അതും വാങ്ങി. അപ്പോൾ അതാണ് കടം. അതിപ്പോൾ കടം എന്ന് പറയാൻ പറ്റുമോ? അതിപ്പോൾ കടല്ലല്ലോ. വാങ്ങിക്കോട്ടെ, നല്ലതിന്, ഞാൻ വാങ്ങേണ്ടതല്ല. ഇങ്ങനെ ഓരോന്നിനെ പിന്നാലെ പോയിട്ട് നമുക്ക് അവസാനം വേറെ ഒന്നും നേരമില്ല. എന്നിട്ട് എന്നും കടവും ലോണും അതിന് മാസാമാസം പലിശ കൊടുക്കലും ഒക്കെ പാടയക്കാണ്ട് പോകാൻ കിടന്ന് നട്ടം തിരിയാം. ഇങ്ങനെ ജീവിതം കൊണ്ട് എന്ത് കാര്യമുണ്ട്? അതിനിടയ്ക്ക് പോകാണ്ട് ഒരു അറ്റാക്കായി മരിച്ചു പോയാൽ ഇതൊക്കെ അവിടെ കഴിഞ്ഞില്ലേ? അങ്ങനെ ഒരു ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കടത്തൽ, എല്ലാ മനുഷ്യന്മാരും കടം. എങ്ങനെ പോയി കടം വന്നു? വെറുതെ വാങ്ങിയതിനെ ഓരോന്നിനും കടം വാങ്ങുക, ഒക്കെ പോയി ലോൺ എടുക്കുക ബാങ്കിൽ നിന്ന്. ഒരു ഗൗരവവും ഇല്ല. ആധാരം കൊണ്ടുപോയി പണയം വെക്കുക, എന്തൊക്കെ പണയം വെക്കുക, നമുക്ക് അതൊക്കെ പണം വെച്ചിട്ട് പൈസ മാസം ഇങ്ങനെ വെക്കുക. ആഭരണ നമ്പർ അവിടെ കൊണ്ടുവച്ചിട്ട് പൈസ എടുക്കുക, മാസം അതിന് പലിശ കൊടുക്കുക. അപ്പം അതാണ് വിറ്റാൽ പോലെ നിങ്ങൾക്ക് പൈസ ഇട്ട് വിറ്റാൽ പിന്നെ വാങ്ങലുണ്ടാവില്ല എന്ന്. പിന്നെ വാങ്ങേണ്ട, അതിപ്പോൾ വാങ്ങൽ നിർബന്ധം തെറ്റപ്പത്. എന്നിട്ട് അതിനും വേണ്ടി ഈ പലിശ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് സഹോദരന്മാരെ എന്താ ഇപ്പം കിട്ടാനുള്ളത്? എന്നിട്ട് വരെ സമാധാനം ഉണ്ടോ? അതുമില്ല. അപ്പം അങ്ങനൊന്നും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത്. ദുന്യാവിലേക്ക് എന്തിന് വന്നു എന്ന തിരിച്ചറിവ്, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റിയുള്ള കൃത്യമായ കാഴ്ചപ്പാട് അത് നിർബന്ധമാണ്. ഇന്ന് പോകേണ്ട എന്നല്ലാണ്ട് പോവും. അവിടെ ചെന്നിട്ട് പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു ഒരുക്കത്തിന് തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാനടക്കം നമ്മളെല്ലാവരും അങ്ങനെ ഒന്ന് മാറി ചിന്തിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സംസാരം അവസാനിപ്പിക്കുന്നു. അത്യാവശ്യം വല്ലുകൊണ്ട് ചോദിക്കാൻ സമയം കൊടുക്കണമെന്ന് സംഘാടകർ പറഞ്ഞിരുന്നു. ആ നിലക്ക് നോമ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിധിവിലക്കുകളോ അറിയേണ്ട കാര്യങ്ങളോ ഒക്കെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചോദിക്കണം, എല്ലാം പറയാൻ കഴിയുമൊന്നുമില്ല. അറിയുന്നതാണെങ്കിൽ പറയും. സ്ത്രീകളെ ഭാഗത്ത് വേണമെങ്കിൽ വല്ലതും എഴുതി കൊടുക്കാൻ അവിടെ പേപ്പറും പെന്നും അവിടെ വെക്കുമെന്ന് പറഞ്ഞിരുന്നു, വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ കുട്ടാളത്തേക്കും പറഞ്ഞേക്കാം. നമുക്ക് 8:30 മണിക്കാണ് ഇശാ ജമാഅത്ത്. അപ്പോൾ 8:20, 25 വരെ നമുക്ക് അങ്ങനെ പോകാം. ചോദിക്കാനുണ്ടെങ്കിൽ, ആർക്കും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ സ്കെച്ചാണ്ട് അവസാനിപ്പിച്ച് പോവുകയും ചെയ്യുക. അൽഹംദുലില്ലാ. ഈ ശനിയാഴ്ച മറ്റന്നാൾ നമ്മൾ തലപ്പാറ പള്ളിയിൽ ഇതേപോലെ ഒരു ക്ലാസ് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ അൻസാരി ക്ലാസ് എടുക്കുന്നുണ്ട്. റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് ആ ക്ലാസ്സിലും ഉണ്ടാവുക. അതൊക്കെ ഉപയോഗപ്പെടുത്തുക നല്ലതാണ്. ചിലപ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പുതിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ഒക്കെ നമുക്ക് അറിയണത് തന്നെയാണ്. എന്നാലും കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു മാറ്റം ഉണ്ടാവും. അതാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ആ നിലക്കും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മിൽ നിന്നെല്ലാം കബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്കുണ്ട്, ആർക്കും ചോദിക്കണമെങ്കിൽ മൈക്ക് തരാം. സ്ത്രീകളെ ഭാഗത്ത് അവിടെ പേപ്പറും പേനയുണ്ട്, അതിൽ എഴുതിയിട്ട് കുട്ടികളുടെ അടുത്ത് കൊടുത്തയച്ചാൽ മതി. സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്, സമയം ഉപയോഗപ്പെടുത്താം. ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഉണ്ടാക്കി ചോദിക്കുന്നു പോകണ്ട. ഒരു സംശയം ഞാൻ ചോദിക്കാം. കമ്പനി കളിച്ചുള്ളൂ. തുടക്കട നമ്മൾ നിയ്യത്തുമായി ബന്ധപ്പെട്ടാണ്. റമദാനിൽ എപ്പോഴും വരുന്നൊരു വിശ്വാസമാണ് ഈ നിയ്യത്ത് ഇങ്ങനെ പറഞ്ഞ് പിന്നെ എങ്ങനെ ചെല്ലണോ എന്തെന്നുള്ള. നിസ്കാരത്തിലും ഇതേ ഒരു വിശ്വാസമുണ്ട്. പക്ഷേ എന്നാൽ ചില നിയ്യത്തുകൾ, ഇപ്പോൾ നമ്മൾ ഉംറക്കൊക്കെ ഹജ്ജിനൊക്കെ നിയ്യത്ത് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം എങ്ങനെയാണ് മനസ്സിലാക്കുക? നിയ്യത്ത് നിർബന്ധമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഹദീസ് നമ്പർ 1. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എല്ലാ അമലും നിയ്യത്തനുസരിച്ചാണ്. നമ്മളിപ്പോൾ ക്ലാസ് കേൾക്കാൻ വന്നപ്പോൾ നിയ്യത്ത് വേണ്ടേ? ക്ലാസ് എടുക്കാൻ എനിക്ക് നിയ്യത്ത് വേണ്ടേ? നമ്മളാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ നിയ്യത്ത് പറഞ്ഞുകൊണ്ടല്ലല്ലോ തുടങ്ങിയത്. അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല
ഞാൻ ക്ലാസ് ആരംഭിച്ചത്. നിങ്ങളും തന്നെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ക്ലാസ് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല കേൾക്കാതിരുന്നത്. ഞാൻ അങ്ങനെ നിയ്യത്ത് പറയാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ പിന്നെ വേറൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. പള്ളിയിൽ കയറുമ്പോൾ നിയ്യത്ത് വേണം, ഇതേപോലെ ക്ലാസ് എടുക്കുമ്പോൾ നിയ്യത്ത് വേണം, ഖുർആൻ ഓതുമ്പോൾ നിയ്യത്ത് വേണം, ദിക്ർ ചൊല്ലുമ്പോൾ നിയ്യത്ത് വേണം, സദഖ ചെയ്യുമ്പോൾ നിയ്യത്ത് വേണം, ഒരാളെ കണ്ടാൽ പുഞ്ചിരിക്കണമെങ്കിൽ പോലും നിയ്യത്ത് വേണം. ഒരാളെ കാണുമ്പോൾ ചിരിച്ചാൽ സദഖയാണല്ലോ. ഒരാളെ കണ്ട് ചിരിക്കുമ്പോൾ നിൽക്കട്ടെ മിനിറ്റ് ഞാൻ നിയ്യത്ത് വെച്ചാട്ടെ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി അയാളോട് ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിരിക്കലില്ല നമ്മളാരും. എന്നാൽ അതിന് നിയ്യത്ത് വേണ്ടേ? ഓനെ കണ്ടെന്ന് ഒന്നിപ്പോൾ മൈൻഡ് ചെയ്യാൻ ഇപ്പോൾ പ്രശ്നമാവും. മിഞ്ഞാന്ന് ഓൻ്റെ 500 കൊണ്ട് വാങ്ങിപ്പോന്നാണ്. ഇനിയിപ്പോൾ മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വിഷയമായിരിക്കും. ഏതായാലും കട്ടക്കാലം ഒന്ന് ചിരിച്ചുക എന്നാണെങ്കിലോ, അപ്പം അതാണ് നിയ്യത്ത്. നമ്മളിറങ്ങുമ്പോൾ ഒരാൾ ചോദിച്ചാടാ ഇവിടുന്ന് ഇങ്ങനെ കോഴിക്കോട്ടേക്ക് ഏരിയ പോകുക വെച്ചു, വഴി പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു പുണ്യകർമ്മമാണ്, അതിന് നിയ്യത്തുണ്ടേ. വഴിയാൻ പത്തേരം അവിടേക്ക് നിയ്യത്ത് കേട്ടെ, അതോ തലാക്ക് വേണ്ടി ഇയാൾക്ക് കോഴിക്കോട്ടേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു, ഇതാ അതിനാണ്ട് പോയിക്കോളി എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം നിയ്യത്ത് പറയാൻ കഴിയുന്ന കാര്യമല്ല. ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. പറഞ്ഞു ഉള്ളിലെ ഉദ്ദേശം അതല്ലെങ്കിലോ ഒരു കാര്യമില്ല. അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോമ്പെടുക്കുന്നു പറഞ്ഞു, സംഗതി അല്ലാഹു തആലയ്ക്ക് വേണ്ടിയൊന്നുമല്ല. പെരി ഏതായാലും തിന്നാൻ കിട്ടില്ല, എല്ലാവർക്കും നോൻപാണ്, അങ്ങാടിക്കൊക്കെ തിന്നാൻ പറ്റൂല, പിന്നെ അപ്പോൾ നോമ്പ് വയ്ക്കില്ലാത്തപ്പോൾ കാട്ടുക എന്നാണെങ്കിൽ ഓഞ്ഞിപ്പോൾ എന്ത് നിയ്യത്ത് പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല. പള്ളി നിസ്കരിക്കാൻ വരുമ്പോൾ ഞാൻ ഇപ്പോൾ പള്ളിൻ്റെ ഭാരവാഹിയല്ലേ, കമ്മിറ്റിയിലൊക്കെ ഉണ്ട്, പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ എന്നെ കിട്ടക്കണ്, ഇനിയിപ്പോൾ ഞാൻ വരാൻ ഞാൻ സംഗതി മോശമാണ് അതുകൊണ്ടാണ് പോയി നോക്കുക എന്നാണെങ്കിലോ കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ ഉദ്ദേശമെന്ത്, അതാണ് നിയ്യത്ത്. ഹദീസിന്റെ ബാക്കി അതാണ്, ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. എല്ലാവർക്കും ഉള്ളത് അവൻ ഉദ്ദേശിച്ചത് മാത്രമാകുന്നു. ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് ഒരാളുടെ ഹിജ്റ എങ്കിൽ അവന്റെ ഹിജ്റ അല്ലാഹും റസൂലും പഠിപ്പിച്ച മാർഗത്തിലായി. അതല്ല വമൻ കാനത് ഹിജ്റത്തുഹു ലിദ്ദുനിയ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഒരാൾ മക്ക വിട്ട് മദീനത്തേക്ക് ഹിജ്റ പോകുന്നത് ദുന്യവിയായ വല്ല നേട്ടങ്ങൾക്കും വേണ്ടി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആണെങ്കിൽ എന്തിനു പോയോ അതിന് കിട്ടുന്നതാണ്. അപ്പം നിയ്യത്ത് നിർബന്ധമാണ്. നിയ്യത്തിന് സ്ഥാനം കൽബാണ്. അത് നാവ് കൊണ്ട് പറയേണ്ടതില്ല, നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിട്ട് നിയ്യത്ത് ആവുകയുമില്ല. നമ്മുടെ നാട്ടിൽ ചെല്ലിപ്പഴയ ആകെ 4 or 5 അമലിന് മാത്രം. അപ്പം നിസ്കാരത്തിന് നിയ്യത്ത് ഇവിടെ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കലുണ്ട്, നമ്മുടെ സമസ്ത മദ്രസയിലൊക്കെ. വുളൂഇന്റെ നിയ്യത്ത് പറഞ്ഞു കൊടുക്കലുണ്ട്, കുളിയുടെ നിയ്യത്ത് പറഞ്ഞു കൊടുക്കലുണ്ട്, ഇഅ്തികാഫിന്റെ നിയ്യത്താണ് എല്ലാ പള്ളിക്കും എഴുതി വെച്ചത്. ഇങ്ങനെ ഒരു 5-6 അമലുകൾക്കാണ് ആകെ നിയ്യത്ത് ഇവിടെ ചൊല്ലിപ്പഠിപ്പിക്കുന്നത്. ഒരുപാട് പള്ളിയിൽ കയറിയാൽ കാണാം ഇഅ്തികാഫിന്റെ നിയ്യത്ത് അവിടെ എഴുതിച്ചിട്ടുണ്ടാവും. ഞാൻ പുറത്ത് പള്ളിയിൽ കയറുമ്പോൾ നിയ്യത്ത് എന്ന് എഴുതിച്ച് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു 5-6 അമലിന് മാത്രമായിട്ട് നിയ്യത്ത് ഉണ്ടാവില്ലല്ലോ, നിയ്യത്ത് എല്ലാത്തിനും വേണ്ടേ. അപ്പം അതില്ല. ഇനി നോമ്പിന്റെ കാര്യത്തിലാണെങ്കിൽ നിയ്യത്ത് വേണം. ആ നിയ്യത്ത് രാത്രി ഉണ്ടാവുകയും വേണം. നാളെ നോമ്പെടുക്കണം എന്ന തീരുമാനം ഇന്നുണ്ടാവണം, അതാണ് നിയ്യത്ത്. അത് നാവുകൊണ്ട് പറയാന്നുള്ളതല്ല. നാളെ ഇപ്പോൾ നോൽക്കണോ വേണ്ട തീരുമാനിച്ചിട്ടില്ല, മട്ടമ്പല പിന്നെ ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു, ഓനങ്ങനെ ഓർമ്മ ചെയ്യാതെ പോയി, പറ്റൂല. മല്ലം യുബയ്യിത്ത് സിയാം ഫലാ സിയാമ ലഹ്. നബി ഞങ്ങൾ പറഞ്ഞു, രാത്രി നോമ്പെടുക്കാൻ തീരുമാനിക്കാത്തവന് നോമ്പില്ല. ഫർദിന്റെ കാര്യത്തിൽ സുന്നത്ത് രാവിലെ തീരുമാനിച്ചാലും മതി. നമ്മൾ സുന്നത്ത് നോക്കാൻ വിചാരിച്ചിട്ടില്ല, നേരം വെളുത്ത് നീച്ചപ്പോഴാണ് അപ്പം നോമ്പാക്കിയാലോ എന്ന് താന്ന് നോമ്പ് വയ്ക്കാം, ഉച്ചവരെ സമയമുണ്ട് എന്നാണ്. ഷാഫി മദബിലൊക്കെ ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഉച്ചക്ക് ശേഷവും പറ്റും, അതിൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. രാവിലെ നല്ല നാസ്ത കഴിച്ചിട്ട് 10 മണിക്ക് ഇനിയിപ്പോൾ നോമ്പ് വെക്കുക, അതല്ല. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഒരു 9 മണി 10 എപ്പോഴാണ് തോന്നിയത്, ഏതായാലും ഇപ്പോൾ 9 മണി ആയല്ലോ, ഇനിയിപ്പോൾ എന്താണ് നോമ്പായാലോ അവിടെ നിന്നാണ് നോമ്പ് വയ്ക്കാം. നബി ഞങ്ങളെ വീട്ടിൽ വരും, അപ്പം കഴിക്കാൻ വല്ലതും ഉണ്ടോ ചോദിക്കും, ഒന്നുമില്ല. എല്ലായിടത്തും പോകും, എന്തും ഒന്നുമില്ല, വല്ലതുണ്ടോ, ഒന്നുമില്ല. അപ്പം ഞാൻ നോമ്പ് വയ്ക്കണം പറയും. അപ്പം അവിടുന്ന് എങ്ങനെ നോമ്പാവും, ആ കൂലിട്ടും. അത് സുന്നത്തിനെ പറ്റും. ഫർളിന് രാത്രി തീരുമാനിക്കണം, സുബീൻ്റെ മുമ്പെങ്കിലും തീരുമാനം വേണം. അത് നാവുകൊണ്ട് പറഞ്ഞോളന്നില്ല. അപ്പോൾ അലാറം വെച്ചു അത്താഴത്തിന് എണീക്കാൻ വേണ്ടി, അതാ നിയ്യത്തിൻ്റെ ഒരു അടയാളമാണ്. അത്താഴം കഴിക്കാൻ വേണ്ടി അലാറം വെച്ചു, അപ്പം നോമ്പ് വെക്കാൻ തീരുമാനമാണ്. പക്ഷെ അറിഞ്ഞില്ല, അയാളൊക്കെ അടിച്ചു ഉണർന്നില്ല, നീച്ചിട്ടില്ല, അത്താഴം കഴിച്ചത്. ഒരു തീരുമാനമുണ്ട് നോമ്പ് വയ്ക്കണം എന്നുള്ളത്. അത്താഴം ഭക്ഷണം ഉണ്ടാക്കി വെച്ചു, അത്താഴത്തിന് സാധനം കൊണ്ടുപോയി വെച്ചു, വിളിക്കാൻ ഏർപ്പാടാക്കി, അതൊക്കെ ആ നെയ്യത്തിൻ്റെ ഒരു പ്രകടമായ
അടയാളങ്ങളാണ്. അപ്പം നോമ്പ് എടുക്കണം എന്ന തീരുമാനം രാത്രി വേണം, എന്നാലേ നോമ്പ് പരിഗണിക്കപ്പെടുള്ളൂ. ഫർളാണെങ്കിൽ. സുന്നത്താണെങ്കിൽ നേരം വെളുത്ത ശേഷമായാലും കുഴപ്പമില്ല. അവന് എപ്പോഴാണ് നോമ്പെടുക്കാൻ തീരുമാനിക്കുന്നത് അവിടെ മുതൽ അങ്ങോട്ട് നോമ്പിന്റെ പ്രതിഫലം അവന് കിട്ടും. ഉച്ചക്ക് മുമ്പ് വരെ പറ്റുന്ന ഏതായാലും എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. എന്നാൽ ഇബ്നു സമീർ അഹമ്മദ് പോലെ ആളുകളൊക്കെ പറഞ്ഞു ഉച്ചക്ക് ശേഷവും ഒരാൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, ഒരു 3:30 ആയപ്പോഴാണ് തോന്നിയത് ഏതായാലും ഇപ്പൊ നേരെ പട്ടിണിയല്ലേ, ഒന്നും തിന്നിട്ടില്ല, എന്താ പൊഞ്ഞ് എന്താണ് നോമ്പാക്കാം, അവൻ അവിടുന്നാണ് നോമ്പിനെ കൂടി കിട്ടും, മഗ്‌രിബ് വരെ അവൻ നോമ്പെടുക്കാം. ഇതാണ് പൊതുവെ നിയ്യത്തിലുള്ളത്, ചൊല്ലി പറയേണ്ടതല്ല. ഹജ്ജിനും ഉംറയിലും ചൊല്ലി പറയുന്നതും അതല്ല യഥാർത്ഥ നിയ്യത്ത്. നിയ്യത്ത് എപ്പോഴാണ് ഉണ്ടാവുക? ഹജ്ജിന് നിയ്യത്തിന് എപ്പോഴാണ് ഉണ്ടാവുക? ഇക്കൊല്ലം ഹജ്ജിന് പോകാനോ എന്ന് ആലോചിച്ച് തുടങ്ങിയോ അവിടെ മുതൽ നിയ്യത്ത് വേണ്ടേ? പൈസ ഇറക്കുമ്പോൾ നിയ്യത്ത് വേണ്ടേ? അപേക്ഷ കൊടുക്കുമ്പോൾ നിയ്യത്ത് വേണ്ടേ? പെരീപ്പം എല്ലാവരും ചെയ്തു, ഒലക്ക ആജയമായി, ഞാൻ തന്നെ ബാക്കിയുള്ളൂ, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂല എന്നാണെങ്കിൽ അതാണ് നിയ്യത്ത്. അല്ലിപ്പോൾ എല്ലാവരും ആജി വിളിക്കുന്നുണ്ട്, ഇന്നാരും വിളിക്കണില്ല, ഇനിയിപ്പോൾ ഹജ്ജ് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നാണെങ്കിൽ മാനവ എന്തുദ്ദേശിച്ചോ അത് കിട്ടും. ഹജ്ജിന് പോയിട്ട് കഴിഞ്ഞൊക്കെ പോകുന്ന അവസാനം അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഒരു നിങ്ങൾ ഈ ബേഗമ്മ ഒരു ഒന്ന് വലുതാക്കി എഴുതി തരുമോ? അപ്പോൾ എന്ത് വെച്ചു? അലവിക്കുട്ടി ഹാജി എന്ന് എഴുതി തരുമോ ചോദിച്ചു. ഒപ്പനെ കാത്തിക്കണം, ഹാജിന് എഴുതാൻ വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. അപ്പം ഇതിനു വേണ്ടിയാണ് പോയതെങ്കിൽ കാര്യമൊന്നുമില്ല. റമദാൻ മാസം എല്ലാ റമദാനും ഉംറക്ക് പോണ ഒരു വലിയ കാര്യപ്പെട്ട ആചാര്യമുണ്ട്, വലിയ പൈസക്കാരാണ്. ഞാൻ ജാമ്യൻ്റെ പിരിവിന് വേണ്ടി മൂപ്പരെ പേര് എന്നും ചെല്ലും, മൂപ്പരോടെ അല്ല ഉംറ കേൾക്കുന്ന അറിയും. അപ്പോൾ കിട്ടൂല, തിരിച്ചു പോരും. ഒരു കൊല്ലം റമദാൻ ചെന്നപ്പോൾ മൂപ്പര് അവിടെ ഉണ്ട്. അപ്പം ഏതായാലും ചെന്ന് സലാം ചെയ്ത് പരിചയപ്പെട്ട് മൂപ്പര് ഞാൻ പറഞ്ഞു ആചാര്യ എല്ലാ കൊല്ലം വരലുണ്ട്, നിങ്ങളിവിടെ ഇല്ല, ഒക്കെ ഉംറക്ക് പോയി എന്നാ പറഞ്ഞത്, അതുകൊണ്ട് ജാമ്യക്ക് തേങ്ങളും പൈസ ഒന്നുമില്ല, പക്വല്ല തേങ്ങ കാണാൻ പറ്റില്ലോ. അപ്പോൾ ഇപ്പം മൗലി ഞാനിങ്ങനെ കൺകൂട്ടി നോക്കുമ്പോൾ ഇവിടെ ഇരുന്നാളെ ചെലവും പോയാളെ ചെലവും നോക്കുമ്പോൾ അതാണ് ലാഭം. ഇവിടെ ഇരുന്നാൽ ഒരുപാട് ആൾ വരും, ഒക്കെ പൈസ കൊടുക്കണം. അപ്പം ആ ചെലവിൻ്റെ അത്ര വരുന്നില്ല ഉംറക്ക് പോകണമെങ്കിൽ. അപ്പം ഞാൻ വല്ലാണ്ട് പോകലാണ് പറഞ്ഞു. പിന്നെ അപ്പം എന്ത് കാര്യമുണ്ട്? അപ്പം അവിടെ നിയ്യത്ത് അതാണ് എന്തുദ്ദേശിച്ചുവോ അതുണ്ടാവും. അല്ല ഇമാമ പറഞ്ഞങ്ങനെ അവയിത്തു മറ്റോനെ അവയിത്തു സൗമാഗോദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് നിയ്യത്താവുന്നില്ല. അപ്പൊ ഹജ്ജ് ഉംറയിൽ ആ പ്രഖ്യാപിക്കുന്നതല്ല നിയ്യത്ത്. നിയ്യത്ത് പോകാൻ ഹജ്ജിന് പോകാൻ ആലോചിച്ചു തുടങ്ങിയ അവിടെ മുതൽ നിയ്യത്തുണ്ട്. പൈസ അടക്കുമ്പോൾ നിയ്യത്തുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിയ്യത്തുണ്ട്. പിന്നെ പ്രഖ്യാപിക്കണം എന്താണ്? അത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന പോലെ ഹജ്ജിലേക്കാണ് പ്രവേശിക്കാൻ. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നുണ്ടാക്കിയൊക്കെ വന്ന് ഇവിടെ കയറി നിന്ന് അല്ലാഹു അക്ബർ എന്ന് കബീർ ചെല്ലുമ്പോഴാണ് നിസ്കാരത്തേക്ക് ആവണത്. എന്നാൽ നിയ്യത്ത് എപ്പോഴാണോ? പരീന് പള്ളിക്ക് വരുമ്പോൾ തന്നെ ഒരു നിയ്യത്ത് വേണം, ഒന്നുണ്ടാക്കുമ്പോൾ നിയ്യത്തുണ്ട്, പള്ളിയിൽ കയറുമ്പോൾ നിയ്യത്തുണ്ട്. നിസ്കാരം ആരംഭിക്കണം എപ്പോഴാണ്? തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോഴാണ്. എന്ന പോലെ അവിടെ എത്തി നമ്മുടെ ഹറം ബൗണ്ടറിക്കാണ് കടക്കുമ്പോൾ, അത് മീഖാത്തിലേക്കാണ് എത്തുമ്പോൾ അവിടെ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. അപ്പം ഹജ്ജാണോ ഉംറയാണോ ഏതാ ഓൻ്റെ പ്ലാന് എന്ന് പ്രഖ്യാപിക്കലാണ്. അത് പ്രഖ്യാപിക്കുന്ന സ്ഥലം നിശ്ചയിച്ചു, ഇവിടുന്നാണ്ട് അത് നീ തീരുമാനിച്ചിട്ടേ ആണ് പോകാവൂ. ആ തീരുമാനം അവിടെ പ്രഖ്യാപിക്കുന്നു. അതാണ് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്. അവിടെ നിയ്യത്ത് ശരിക്കതല്ല, അവൻ്റെ മനസ്സിലുള്ള ഉദ്ദേശമാണ്. അല്ലാഹു അഅലം. വീട്ടാൻ കഴിയാത്ത നോമ്പിൻ്റെ മുദ്രയെ കുറിച്ച് പറയണം. വർഷം കൂടുന്നതിനനുസരിച്ച് വീട്ടാൻ കഴിയാത്ത നോമ്പ് പറഞ്ഞാൽ ന്യായമായ കാരണം കൊണ്ട് കഴിയാത്തതായിരിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ മടിച്ച് നോൽക്കാന്ന് വിചാരിച്ച് അങ്ങനെ പോയി അവസാനം ശഅബാൻ മാസം എത്തിയപ്പോഴാണ് ആലോചിക്കുന്നത്, അപ്പോഴേക്ക് പിന്നെ ഗർഭിണിയാണ്, അല്ലെങ്കിൽ അസുഖമുണ്ട്, പിന്നെ നോൽക്കാൻ കഴിഞ്ഞില്ല, അത് അവരുടെ വീഴ്ചയായിട്ട് പരിഗണിക്കും. സമയമുണ്ട്, അടുത്ത റമദാൻ വരെ സമയമുണ്ട്. പക്ഷെ നോൽക്കാൻ സാഹചര്യം ഒത്ത് കിട്ടിയിട്ടും ഒരാൾ നോറ്റിട്ടില്ല, അത് അവരുടെ വീഴ്ച തന്നെയാണ്, അത് കുറ്റമാണ്, അതിന് ശിക്ഷാർഹമാണ്. പടച്ചതോട് തൗബ ചെയ്യുക തന്നെ വേണം. എന്നാൽ ന്യായമായ കാരണം, ഇപ്പൊ കഴിഞ്ഞ റമദാൻ രോഗിയായിരുന്നു, നോമ്പ് വെക്കാൻ പറ്റിയില്ല. ആ റമദാൻ കഴിഞ്ഞ് ഇതുവരെയും ആ രോഗത്ത് മാറിയിട്ടുമില്ല, നോൽക്കാവുന്ന ഒരു സാഹചര്യം അവന് ഉണ്ടായിട്ടില്ല. അവനെ സംബന്ധിച്ച് ഒന്നുമില്ല, ഇനി ഈ റമദാൻ കഴിഞ്ഞിട്ട് നോറ്റാൽ മതി, മാറുമെന്ന് പ്രതീക്ഷയുള്ളതാണെങ്കിൽ. അങ്ങനത്തെ രോഗമാണ്, ഇപ്പോൾ ആക്സിഡൻ്റ് ആയി കയ്യോ കാലം മുറിഞ്ഞു, അങ്ങനെ കുറച്ച് കാലം രോഗിയായി കിടക്കേണ്ടി വന്നു, നോൽക്കാവുന്ന ചുറ്റുപാടുണ്ടായിട്ടില്ല, എന്നാൽ മാറുന്ന പ്രതീക്ഷ ഉണ്ട്. ഓൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ റമദാൻ മാസം കഴിഞ്ഞിട്ട് ഇനി അടുത്ത റമദാന് മുമ്പ് അയാൾ നോറ്റാലും മതി. ഒരു കാരണവും ഇല്ലാതെ വൈകിച്ചതാണെങ്കിൽ അയാൾ അതിന് കുറ്റക്കാരനാണ്, അയാൾ തൗബ ചെയ്യേണ്ടതുണ്ട്. ഇനി അയാൾ ഒരു വർഷം മറിയുമ്പോൾ ആ പിന്തിപ്പിച്ചതിന് ഒരു അധിക മുദ്ദ കൊടുക്കണമോ വേണ്ടയോ? അത് പണ്ഡിതന്മാർക്ക്
2-3 അഭിപ്രായങ്ങൾ പഴയകാലം മുതൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഒന്നല്ല, പഴയകാലം മുതൽ തന്നെ 2-3. ഇപ്പോൾ നമ്മൾ ഷാഫി മദ്ഹബിലൊക്കെ അങ്ങനെയാണ് പറയാം, ഒരു കൊല്ലം മറിഞ്ഞു കഴിഞ്ഞാൽ മുദ്ദിൻ്റെ എണ്ണം കൂടും. ഇത് സാധാരണ നമ്മൾ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട്. അത് ഈ വകുപ്പിലാണ്. ഒരു കാരണമില്ല, ന്യായവുമില്ല, ഒന്നുമില്ല, ഒരു അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ റമദാൻ മാസത്തേക്ക് എത്തി, കഴിഞ്ഞ നോമ്പ് നോച്ചിട്ടില്ല എങ്കിലും ആ വൈകിപ്പിച്ചതിനുള്ള ഒരു കഫാറത്ത്, അതിനുള്ള ഒരു പണിഷ്മെന്റ് നിലയ്ക്കാണ് അത് ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞത്. പക്ഷെ അങ്ങനെ വേണം എന്ന് പറയാൻ നേരെ കൃത്യമായ തെളിവുകൾ അതിനില്ല. ചില പണ്ഡിതന്മാരുടെ ഫത്വകൾ ആ വിഷയത്തിൽ ഉണ്ട്. ഒരാളങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അയാൾ സൂക്ഷ്മതയാണ് എന്ന് പറയാം. നിർബന്ധമായും അങ്ങനെ കൊടുത്തേ പറ്റൂ എന്ന് പറയാൻ ഇല്ല. ഇനി ഒരാൾ രോഗിയാണ്, മാറിയിട്ടില്ല, ഒക്കെ നോക്കാൻ കഴിയൂല, അപ്പൊ പകരം മുദ്ദുറുക്കാണ്. ഇപ്പൊ വയസ്സായവരാണ്, ഇനി മാറുന്ന പ്രതീക്ഷ ഒന്നുമില്ല, അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ കിഡ്നി പേഷ്യന്റ് പോലെയുള്ള അസുഖങ്ങളൊക്കെയാണ്, അയാൾക്ക് ഇനി മാറിയിട്ട് നോമ്പ് വയ്ക്കാൻ കഴിയുമെന്നൊന്നും ഏതായാലും സാധാരണഗതിയിൽ പ്രതീക്ഷയില്ല എങ്കിൽ അയാൾ ചെയ്യേണ്ടത് മുദ്ദുറുക്കലാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 2 കൈയും കൂട്ടിപ്പിടിച്ച് വാരിയാൽ കിട്ടുന്നതിനാണ് ഒരു മുദ്ദ് എന്ന് പറയാം. 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വാരിയാൽ എത്ര അരി കിട്ടുമോ അതിനാണ് ഒരു മുദ്ദ് എന്ന് പറയുക. സാധാരണ ഒരു ഇടത്തരം കൈ, വലിയ കയ്യോ അല്ല, ഇന്നൊക്കെ പോലെ ചെറിയ കയ്യോ അല്ല, ഒരു ഇടത്തരം കൈ കൊണ്ട് ഇങ്ങനെ വാരിയാൽ കിട്ടുന്ന എത്രയാണോ അതിനാണ് ഒരു മുദ്ദ്. ഇപ്പം സാധാരണഗതി ഇപ്പോൾ നമ്മൾ മുദ്ദ് പറഞ്ഞാൽ ഒരു 500 ഗ്രാം, 550 ഗ്രാം, 600 ഗ്രാം ഒക്കെയാണ് സാധാരണഗതിയിൽ ഒരു മുദ്ദ്. നമ്മൾ ഏത് കയ്യിൽ വാരിയാലും ഒരു 600 ഗ്രാമിന് അപ്പുറത്തൊന്നും ഏതായാലും ഒരു മുദ്ദ് ഉണ്ടാവില്ല. നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് 4 മുദ്ദാണ്. ഫിത്ർ സക്കാത്ത് ഒരാളുടെ വിഹിതം 4 മുദ്ദാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിന് 4-1 നമ്മൾ എത്ര ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിന് 4-1 അതാണ് ഒരു മുദ്ദ്. ഒരു നോമ്പിന് പകരം ഒരു മുദ്ദ് അല്ലെങ്കിൽ 2 മുദ്ദ്, 2 കൗലുണ്ട്. ഹംബലി മദ്ഹബിലും അതേപോലെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭയിൽ ഉള്ളവരും ഷെയ്ഖ് ഇബ്നു ബാസ് ഒക്കെ അടക്കമുള്ള പറഞ്ഞത് അരസ്വാൾ 2 മുദ്ദാണ് ഒരു നോമ്പിന്. അപ്പോൾ ഏതാണ്ട് 1 കിലോ അല്ലെങ്കിൽ 1,200 ഒക്കെയാണ് ഒരു നോമ്പിന് വരിക. ഇനി അതല്ല, പ്രഗത്ഭരായ മറ്റൊരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത് മിനിമം ഒരു മുദ്ദാണ്. ഷാഫി ഇമാമിന്റെ അഭിപ്രായം അതാണ്. ഇനി അതെടുത്താൽ തന്നെ ഒരു നോമ്പിന് ഒരു 500, 550, 600 ഗ്രാം അരി, അതാണ് ഏറ്റവും മിനിമം നിർബന്ധമുള്ളത്. ഒരു നോമ്പിന് ഒരു 600 ഗ്രാം. അപ്പോൾ കഴിഞ്ഞ റമദാനിൽ 30 നോമ്പ് നോറ്റിട്ടില്ല എങ്കിൽ 18 കിലോ അരി കൊടുത്താൽ അയാളുടെ നിർബന്ധം വീടി, ബാധ്യത വീടാൻ അതേ ആവശ്യമുള്ളൂ. ഇനി അതിന് പുറമെ ത്വആമു മിസ്കീൻ എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. അപ്പൊ ത്വആം ഭക്ഷണം എന്ന് പറയണമെങ്കിൽ അരി മാത്രം പോരല്ലോ എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് തീരുമാനിക്കാം. അത് നിർബന്ധമാണ്, പറയാൻ കഴിയുന്നില്ല. ഒരാൾ അരിയും അതിൻ്റെ കൂടെ അത് ഭക്ഷണമാകാൻ ആവശ്യമായ എന്തെങ്കിലും കറിയും കൂട്ടാനൊക്കെ ഉള്ള എന്തെങ്കിലും വകുപ്പും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യം. സഹായിച്ച ചിലരൊക്കെ അങ്ങനെ കൊടുത്തതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് നിർബന്ധം നമുക്ക് പറയാനൊന്നും കഴിയുകയില്ല. ഇനിയിപ്പോൾ നമ്മൾ ഒരാളെ ചോറ് നാം പെരേക്ക് വിളിച്ചുകൊണ്ടുപോയി, അത് മതി. ഒരു നോമ്പിന് പകരം ഒരു മിസ്കീനെ വീട്ടിലേക്ക് ചോറിന് ക്ഷണിച്ചു, അവൻ വന്നു നമ്മുടെ ചോറും തന്നു പോയി, കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഏൽപ്പിച്ചു, തടഞ്ഞ അവിടുന്ന് ചോറുന്നോ, ഞാൻ പൈസ കൊടുത്തോളാം. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ചോറ് ഇനി ഒരു മീനടക്കെടുത്താലും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയാണെങ്കിൽ സാധാരണ ഒരു 10-50 ഉറുപ്പ്യ ഉണ്ടായാൽ ഒരു നേരത്തെ ഭക്ഷണം ഓന് കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു 30 ആളെ ഭക്ഷണം കഴിപ്പിച്ചാൽ അത് മതി. മിസ്കിൻ ഒരു നോമ്പിന് ഒരു മിസ്കിനിന്റെ ഭക്ഷണം. സാധാരണ ഇപ്പോൾ ഈ 600 ഗ്രാം ഒന്നും ഒരു മിസ്കിൻ തിന്നുതല്ലോ. ഒരു മിസ്കിന്റെ ഭക്ഷണം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ 1 കിലോ അരി കൊണ്ട് 5 ആൾ, 6 ആൾ, 7 ആൾ വരെ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഒരു മുദ്ദ് ഒരു 1/2 കിലോ അരി 600 ഗ്രാം എന്നിട്ടുണ്ടെങ്കിൽ അതന്നെ ഇവിടെ 3-4 ദിവസമായിട്ട് കഴിക്കാനുള്ള വകുപ്പ് ഉണ്ടാവും. അതാണ് മിനിമം നമ്മൾ ആ രംഗത്ത് ചെയ്യേണ്ടത്. അത് ഈ റമദാന് മുമ്പ് കൊടുത്തു വിട്ടുക. കഴിഞ്ഞ റമദാനിൽ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ ഈ റമദാന് മുമ്പ് മുദ്ദ് കൊടുക്കേണ്ടവരാണെങ്കിൽ മുദ്ദ് കൊടുക്കുക, നോൽക്കേണ്ടവരാണെങ്കിൽ മുദ്ദ് കൊടുത്തിട്ട് കാര്യമില്ല. നോറ്റ് വീട്ടാൻ ബാധ്യപ്പെട്ട ആളാണെങ്കിൽ മുദ്ദ് കൊടുത്തിട്ട് കാര്യമില്ല, നോൽക്കുക തന്നെ വേണം. നോൽക്കല വേറെ പരിഹാരമില്ല. ഇനി നിർവാഹമില്ല, ന്യായമായ കാരണത്താലാണ് നോൽക്കാൻ കഴിയാതായി പോയത് എങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല. ഈ റമദാൻ കഴിഞ്ഞിട്ട് ഇനി അടുത്ത റമദാന് മുമ്പായി നോറ്റ് വിട്ടാൽ മതി. ഒരു കാരണവും ഇല്ലാതെയാണെങ്കിൽ അവൻ കുറ്റക്കാരനാണ്, അതിന് തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. അള്ളാഹ് പുറത്ത് തന്നാൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അവൻ അർഹനാണ്. അവൻ ഈ റമദാൻ കഴിഞ്ഞാൽ അവൻ നോൽക്കുകയും വേണം. അതിന് പുറമെ വൈകിപ്പിച്ചതിന് ഒരു മുദ്ദ് കൊടുക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ നിർബന്ധമായും അയാൾ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയാൻ നമുക്കങ്ങനെ തെളിവുകളൊന്നും കണ്ടിട്ടില്ല. വല്ലാഹു അഅലം. നിസ്കരിക്കാൻ ഇല്ലാത്ത സ്ത്രീകൾ ഖുർആൻ ക്ലാസ്സിൽ പള്ളിയിൽ കയറാൻ പറ്റുമോ എന്നാണ്. പള്ളിയിൽ അങ്ങനെ കയറാൻ പറ്റൂല. പള്ളി അത് വൃത്തിയുള്ള ശുദ്ധിയുള്ള ആളുകൾക്ക് തന്നെയാണ്. പള്ളിയുടെ സൈഡിൽ എവിടെയെങ്കിലും പള്ളി അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാം. ഇല്ല ആബിരി സബീൽ എന്നാണ് പൊതുവെ ഖുർആൻ ഉപയോഗിച്ച പ്രയോഗം. പള്ളിയുടെ കടന്നു പോകുന്നതിന് വിരോധമില്ല എന്നാണ്. ഇപ്പം പള്ളിക്ക് എന്ത് സാധനം മറന്നു വെച്ചു, അത് എടുക്കാൻ വേണ്ടി വന്നു, എടുത്ത് പോയി,
അങ്ങനെയൊക്കെയുള്ളൊരു പോക്കാണ് ഖുർആൻ ഇളവ് തന്നത്. പിന്നെ അത് ചർച്ച വരാൻ കാരണം ഖുർആനിൽ പറഞ്ഞത് ജനാബത്തുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ജനാബത്തുകാരന് മാത്രമാണോ അത്, ഹൈലുകാരിക്ക് അത് ബാധകമല്ല എന്ന് പറഞ്ഞ ചില അഭിപ്രായങ്ങൾ ഉണ്ട്. കാരണം ജനാബത്തുകാരൻ ഓന് എപ്പോൾ വേണമെങ്കിൽ കുളിച്ചാൽ ശുദ്ധിയായി, ഓന് കുളിച്ചാൽ ശുദ്ധിയായല്ലോ. ഹൈലുകാരിയെ സംബന്ധിച്ച് രക്തം നിൽക്കാതെ അവൾക്ക് നിർവാഹമില്ല, കാരണം അവളെ കൺട്രോളിൽ പെട്ടതല്ല. ജനാബത്താകുമ്പോൾ അവന് തീരുമാനമെടുക്കാൻ പറ്റും, ഓനെ പള്ളിക്കാരനെങ്കിൽ ഓന് കുളിച്ചിട്ട് പോയാൽ മതി. എന്നാൽ ഹൈലുകാരിയെ സംബന്ധിച്ച് അതില്ല, രക്തം നിലക്കുമ്പോഴേ ഓക്കെ അതായത് ശുദ്ധിയാവുള്ളൂല്ലോ. അതുകൊണ്ട് ഈ ജനാബത്തുകാരൻ്റെ ഹുക്കം ഇവർക്ക് ബാധകമല്ല, രണ്ടും രണ്ടാണ് എന്ന് ആ നിലക്ക് പറഞ്ഞവരുണ്ട്. എന്നാലും പൊതുവെ പ്രബലമായ അഭിപ്രായം ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിലപാടുമൊക്കെ ആർത്തവമുള്ള സ്ത്രീകൾ, പ്രസവരക്തമുള്ള സ്ത്രീകൾ, ജനാബത്തുകാരൻ അവരൊന്നും പള്ളിയിൽ അങ്ങനെ വന്ന് ഒരു സമയം നിശ്ചയിച്ച് അവിടെ ഇരിക്കുക, അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അവിടെ ഇരിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ കാര്യമല്ല. എന്നാൽ വല്ല അത്യാവശ്യം ഒരു വാച്ചോ മറ്റോ ഒക്കെ മറന്നു വെച്ച് പോയി അത് വന്ന് എടുത്തിട്ട് പോകണം, അതിനെന്തായാലും വിരോധമില്ല. ഇല്ല ആബിരി സബീൽ. ഖുർആൻ തൊടലും ഈ പറഞ്ഞ പോലെ തന്നെ പൊതുവേ അതിൽ ഖിലാഫുണ്ട്, പഠിക്കാൻ വേണ്ടിയൊക്കെ പറ്റുന്നൊക്കെ പറഞ്ഞവരുണ്ടെങ്കിലും ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. ചിലരൊക്കെ പറയുന്നവരുണ്ട്, ഞാൻ പറയാറില്ല. പൊതുവേ പിന്നെ അതൊക്കെ സൂക്ഷ്മതയാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഖുർആനിൽ വന്ന പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കാം. ഖുർആനിൽ വന്ന പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ഖുർആനിൽ വന്ന ആയത്താണ്, എന്നാൽ ദുആവുമാണ്, അതൊരാൾക്ക് നിർവഹിക്കാം. ദുആ എന്നുള്ളതൊക്കെ ഇനി വാണി ഏറി വന്നാൽ കിടക്കുമ്പോൾ ചില സുഹൃത്തുക്കൾക്ക് ഓതണം, അതിപ്പോഴും ദിക്റിന്റെ ഭാഗമാണ്, ഉറങ്ങുമ്പോൾ ദിക്റിന്റെ ഭാഗമാണ്. ആ നിലയ്ക്ക് വേണ്ടി ചെയ്തോട്ടിരിക്കാം. ഖുർആൻ ഓതുക എന്ന തരത്തിൽ ഖുർആൻ ഓതുന്നതും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. പിന്നെ ഇപ്പോൾ ഒരാൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്, ഒരാഴ്ച ഒന്നാൽ ഖുർആൻ എടുത്തില്ലെങ്കിൽ ഓതിയില്ലെങ്കിൽ അതൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ആണെങ്കിൽ അവിടെ ചില ഇടവുകളൊക്കെ വേണമെങ്കിൽ പറയാമെന്നല്ല. അതിപ്പോൾ കേട്ടാൽ മതിയല്ലോ, ഓതിക്കോണമെന്നില്ല, ഇപ്പോൾ മൊബൈലിൽ കേട്ടാൽ മതി. അങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മതയാണ് ആ രംഗത്ത് കുറച്ചുകൂടി നല്ലത്. അല്ലാഹു അഅലം. പള്ളിയിൽ കസേരട്ട് നിസ്കരിക്കുന്നതിന് വിധി എന്താണ്? പൊതുവേ ആളുകൾക്കൊരു പിന്നെ അലംഭാവം ആ രംഗത്തുണ്ട്. ഈ കസേര വന്നപ്പോൾ പ്രത്യേകിച്ചും മറ്റ് അല്ലെങ്കിൽ അത്ര തന്നെ ചെയ്യുന്നു. നിലത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഇപ്പം കുറേ ആൾക്ക് നിന്ന് നിസ്കരിച്ചു. ഇത് കസേര വന്നപ്പോൾ നല്ല സുഖമാണ്, സുഖമായിട്ട് ഇരുന്ന് നല്ല റാഹത്തിൽ നിസ്കരിച്ച് പോകാന്നുള്ളതൊക്കെ അത്ര അത്യാവശ്യം ഇല്ലാത്തവനും കസേര ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, നിൽക്കാൻ കഴിയുന്ന ആൾ നിന്നേ പറ്റൂ. ഇരുന്ന് നിസ്കാരം ശരിയാവൂല. കാരണം നിൽക്കൽ ഫർളാണ്, നിസ്കാരത്തിന് റുക്കിനാണ്, ഫർളാണ് നിൽക്കുക എന്നുള്ളത്. നിൽക്കാൻ കഴിയില്ലെങ്കിലാണ് ഇരിക്കാൻ പറഞ്ഞത്. നബിതങ്ങൾ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ രോഗസമയത്ത് കാണാമെന്നാണ്. അദ്ദേഹത്തിന് പൈലിസ് ബാധിച്ച് രക്തമൊന്നാകെ ധാരാളമായി നഷ്ടപ്പെട്ട് വലിയ ക്ഷീണിതനായി വീട്ടിൽ രോഗിയായിരിക്കുമ്പോൾ നബിതങ്ങൾ സന്ദർശിക്കാൻ വന്നു. അപ്പൊ അദ്ദേഹത്തോട് നബിതങ്ങൾ പറഞ്ഞു, സ്വല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കണം. ഫഇല്ലം തസ്തതി, അതിന് കഴിയില്ലെങ്കിൽ ഫഖാഇദ, ഇരുന്ന് നിസ്കരിച്ചോ എന്നാണ്. അപ്പൊ അസ്ർ നിന്ന് നിസ്കരിക്കലാണ്. ആൾക്കാർ ഒന്നുണ്ടാക്കാൻ പ്രശ്നമില്ല, വണ്ടി ഓടിച്ച് വരും, ഇവിടെയൊക്കെ വന്ന വണ്ടി പാഞ്ഞ് നടക്കും. എന്നാൽ ഈ കമത്തൊക്കെ കാണും, കസായിട്ട് വന്നിട്ട് വന്നനെ കസായിട്ട് വന്നിട്ട് അവിടെ ഇട്ട് ഹൗസായിട്ട് നിസ്കരിച്ച് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു അലംഭാവം ആ രംഗത്ത് പാടില്ല. ചിലപ്പോൾ അവിടെ നടക്കാൻ പ്രയാസം ഉണ്ടാവില്ല, ഒരേ നൃത്തം നിൽക്കാൻ പ്രയാസം ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാം, എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ഉണ്ട്, ഓരങ്ങനെ നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷെ അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ഒരു അല്പം നിൽക്കുമ്പോഴേക്ക് ചിലപ്പോൾ ഭയങ്കര പ്രയാസമുള്ള ആളുകൾ ഉണ്ടാവും, ആയിക്കോട്ടെ, അപ്പോൾ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ ഓന് നിൽക്കാൻ കഴിയും, കുറച്ച് കഴിഞ്ഞാൽ ഓന് പ്രയാസം വരും, ഓൻ നിന്ന് നിസ്കരിച്ചോട്ടെ, കസേരയോടെ കരുതിക്കോട്ടെ. ഒരു പ്രയാസം തോന്നുകയാണോ അപ്പോൾ ഇരിക്കാം. ചിലപ്പോൾ നിൽക്കാൻ പ്രയാസമല്ല, നിന്നുകൊണ്ട് റുക്കൂ ചെയ്യാൻ കഴിയില്ല എന്നുണ്ടാവും. ചിലപ്പോൾ റുക്കൂ ചെയ്യാൻ കഴിയും, സുജൂദ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടാവും. കുമ്പിടാൻ കഴിയില്ല, കുമ്പിട്ടാൽ പിന്നെ എണീക്കാൻ പ്രയാസമാണ്, അങ്ങനത്തെ അസുഖം ഉണ്ടാവും. ചിലപ്പോൾ ഒക്കെ പറ്റും, അത്തയ്യാത്തിരിക്കാൻ കഴിയില്ല, അതിന് വേണ്ടി മാത്രം തുടക്കം മുതലേ കസേരട്ടിരിക്കും, അത് പറ്റൂല. നിൽക്കാൻ കഴിയുന്നിടത്ത് നിൽക്കന്നെ വേണം. ഓൻ നിൽക്കാൻ പറ്റും, റുക്കോഴ് പറ്റും, എഴുത്തുതാല് പറ്റും, ഒന്നെന്ത് ചെയ്തോട്ടെ. സുജൂദ് കഴിയില്ല, അതിനും കസേര ഇരുന്നോട്ടെ. ഇനി സുജൂദും കഴിയും, അത്തയ്യാത്തിനെ പറ്റായുള്ളൂ, അതിനും കസേരയ്ക്ക് ഇരുന്നോട്ടെ. അല്ലാതെ ഏതെങ്കിലും ഒന്ന് കഴിയില്ല എന്നതുകൊണ്ട് നിസ്കാരം മുഴുവനും ഇരുന്നു കൊണ്ടാക്കുക എന്നുള്ളത് ഏതായിരുന്നാലും ശരിയല്ല. ആ നിസ്കാരം സ്വഹിയല്ല, അത് ബാത്തിലാണ്. റുക്കിന് ഒഴിവായാൽ സ്വീകരിക്കപ്പെടുകയില്ല. ഇനി കസേര അല്ല അസ്ല് വേണ്ടി നിലത്തിരിക്കലാണ്, നിലത്തിൽ നിസ്കരിക്കലാണ് ബേസ്. അതൊന്നും പറ്റാത്തോടത്താണ് കസാരയ്ക്കൊക്കെ ഇരിക്കാൻ പറഞ്ഞത്. അല്ല, അതിന് തന്നെ ഒരു കാലം ചെറിയ മുഴുവനാകുമ്പോൾ കസാരട്ട് ഇരിക്കുക എന്നുള്ളതൊന്നും വകുപ്പൊന്നുമില്ല. ഇനി കസാര ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് നമ്മൾ സൊഫിലാണത് നിൽക്കുക. സൊഫിൽ നിൽക്കുമ്പോൾ കസേര എങ്ങനെ ഇടണം? ചില മനുഷ്യന്മാർ സൊഫിൻ്റെ ഒപ്പം
കസേരൻ്റെ കാലാക്കിയിട്ട് ഓൻ കയറിക്കും. ചിലപ്പോൾ കസേര പിറകാക്കിയിട്ട് ഓൻ സൊഫിനൊപ്പം നിൽക്കുന്ന ആളുകളും ഉണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത് 2 ഹുക്കുമുകൾ ഇവന്റെ കാര്യത്തിൽ പരസ്പരം പ്രയാസമായി വരികയാണ്. ഒന്ന്, സൊഫിൽ മറ്റൊരാൾ കൂടെ കാല് മടമ്പ് അടുപ്പിച്ച് നിൽക്കണമെന്നാണ് നിയമം. അത് ഓൻ നിൽക്കണമെങ്കിൽ കസേര പിറകോട്ട് ഇടണം. അപ്പോൾ ഓൻ സൊഫിനൊപ്പം നിൽക്കാൻ പറ്റും. പക്ഷേ ഓൻ കസേര പിന്നിക്കിട്ടാൽ ഒരു പക്ഷേ ബാക്കിലെ സൊഫ് മുറിയാൻ സാധ്യതയുണ്ട്. സൊഫ് മുറിയുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. മൻ വസല സൊഫൻ വസലഹുല്ലാ ഒമൻ ഖത്അ സൊഫൻ ഖത്അഹുല്ലാ. നബി തങ്ങൾ പറഞ്ഞു, സൊഫിനെ ചേർത്തവനുമായി അള്ളാഹു ബന്ധം ചേർക്കും, സൊഫിനെ മുറിച്ചവനോട് അള്ളാഹു തആല ബന്ധം മുറിക്കും. അപ്പം അത് വലിയ ഗൗരവമുള്ള വിഷയവുമാണ്. അപ്പം പിറകിൽ സൊഫൊന്നുമില്ല, നമ്മൾ ആകെ 5-6 ആൾക്കാരേ ഉള്ളൂ. ഇനിയിപ്പോൾ ആൾ വന്നാൽ പോലും ഒരു സൊഫും കൂടി ഫുള്ളാവൂല. അങ്ങനത്തെ ഒരു വക്താണ്, അത്ര സാധനം വരാറുള്ളൂ എന്നൊക്കെ ആണെങ്കിൽ കസേര പിറകിക്ക് വലിച്ചിട്ടിട്ട് ഓ സൊഫിൻ്റെ ഒപ്പം നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും ഒപ്പം നിൽക്കാൻ കഴിഞ്ഞു. സൊഫ മുറിക്കുക എന്നുള്ള പ്രശ്നമൊന്നിട്ട് വരുന്നുമില്ല. ഞാൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അവിടെ തന്നെ ബാക്കിലാക്കി നിൽക്കാൻ പറ്റൂല. ആ കസേര ഇട്ടാലും ഒരാൾക്കും ബുദ്ധിമുട്ട് തൂണാണ്, ആ തൂണിൻ്റെ മുമ്പിൽ ഏതൊരാൾക്ക് നിൽക്കാൻ ഗ്യാപ്പില്ല, അവിടെ കസേര ഇട്ടു, അതൊരു പ്രശ്നമില്ല. എങ്കിലും ഓനെ ഇത് അവിടെ പാലിക്കാം. അതല്ല, കുറേ സൊഫുകളുണ്ട്, നമ്മുടെ സൊഫിൽ കസേര ഇറക്കിയിട്ടാൽ മറ്റോനെ സൊഫയുടെ മുറിയും എന്നാണെങ്കിൽ സൊഫ് മുറിക്കുന്നതിന് ഗൗരവം പരിഗണിച്ചുകൊണ്ട് കസേര കയറ്റിയിട്ടിട്ട് അപ്പം സൊഫിന്ന് കയറിക്കുന്നു. അപ്പോൾ കസേരയുടെ കാലുകൾ മറ്റുള്ളവരുടെ കാലിൻ്റെ നേരെ വരികയും ഇവൻ കയറി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇരിക്കുമ്പോഴെങ്കിലും ഓനെ ഓല ആ ലെവൽക്ക് വന്നല്ലോ, നൃത്തത്തിൽ മാത്രം ഓന് കയറി നിൽക്കുക. എന്നാലും ഓനെ കൊണ്ട് പാടുന്ന സൊഫ മുറിയുക എന്നുള്ളത് സംഭവിക്കാതിരിക്കുക, അതാണ് മുന്തിക്കാൻ നല്ലത് എന്നാണ് ഈ വിഷയത്തിൽ. ഇന്നൊക്കെ പിന്നെ സൗദി പണ്ഡിത സഭയുടെ ഒരുപാട് ഫത്വകൾ കാണാം. ഈ വിഷയത്തിൽ മാത്രം ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ ജാമ്യയിൽ ഇറങ്ങിയ പുസ്തകമുണ്ട്, കസേര നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാമ്യയിലെ റിസർച്ച് അക്കാദമി ഇറക്കിയ പുസ്തകമുണ്ട്, കസേര നമസ്കാരം. അത് വായിക്കണം നല്ലതാണ് എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഈ ഇങ്ങനത്തെ നിസ്കാരം നോമ്പ് ഇങ്ങനത്തെ കുറേ മസാലകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് മഹാമാരി 100 കർമ്മശാസ്ത്ര വിധികൾ എന്ന പേരിൽ കോവിഡ് കാലത്ത് എഴുതിയ ബുക്കാണ്. ഈ ജമാഅത്തിന് വരാൻ വയ്യ, പള്ളിയിൽ വരാൻ വയ്യ, വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകൾ, ജുമയ്ക്ക് പോലും പറ്റാത്ത ആളുകൾ, അതേപോലെ ഈ ഐസൊലേഷനിലുള്ള ആളുകൾ, ക്വാറന്റൈനിലുള്ള ആളുകൾ, അവർക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ആ സമയത്ത് ആർത്തവം ഉണ്ടാകുന്നു, ഇത് രക്തം നിന്നാൽ ഒരു കുടിക്കാൻ പോലും സാഹചര്യമില്ല, ചിലപ്പോൾ സർക്കാരിൻ്റെ കീഴിൽ എവിടെയും പോയി കണ്ട് ക്വാറന്റൈനിലാണ്, 10 ദിവസം 15 ദിവസം 40 ദിവസം വരെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് കുളിക്കുക, ജനാപത്തുണ്ടായി കുളിക്കാൻ നിർവാഹമില്ല, മരിച്ചു മയ്യത്ത് കുളിപ്പിക്കാൻ വയ്യ, കഫൻ ചെയ്യാൻ വയ്യ, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ആ സമയത്ത് നമുക്ക് വന്നിരുന്നു. അപ്പം അങ്ങനെ സാധാരണ വരാവുന്ന കുറേ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ എഴുതിയ പുസ്തകമാണ് മഹാമാരി 100 കർമ്മശാസ്ത്ര വിധികൾ. ബിസ്തം ബുക്സ് ആണ് അത് പുറത്തിറക്കിയത്. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് കോപ്പി കോഴിക്കോട് ഓഫീസിൽ പോയാൽ കിട്ടും. അതൊക്കെ ഇവിടെ കുറഞ്ഞു വെച്ചാൽ ഇങ്ങനത്തെ കുറേ മസാലയുണ്ട്. വുളൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തയമ്മമിൻ്റെ കാര്യങ്ങൾ, തയമ്മം ചെയ്യാനും പറ്റൂലെങ്കിൽ എങ്ങനെ നിസ്കരിക്കേണ്ടതെന്നുള്ളത്, നോമ്പ് നോറ്റി വിട്ടാൻ കഴിയാത്ത ആളുകൾ, നിസ്കരിക്കാൻ പ്രയാസമുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങിയ അഡ്മിറ്റായ ആളുകൾ, ICU കിടക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് രംഗത്ത് വരുന്ന ഇത്തരം കുറേ കർമ്മശാസ്ത്ര വിധികൾ അതിൻ്റെ വക കൊടുത്താലല്ല. ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അടക്കമുള്ള ലോക പ്രശസ്തരായ പണ്ഡിതന്മാർ ഇത്തരം ചോദ്യങ്ങൾ കൊടുത്ത മറുപടികൾ അത് നേരെ കോട്ട് ചെയ്തുകൊണ്ട് ഇത് സൈറ്റ് ചെയ്ത് കൊടുത്ത ഒരു പുസ്തകമാണ്. അത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നല്ലൊരു അവലംബം. ഞാൻ ഇതുകൊണ്ട് പറയില്ല, എൻ്റെ വക ഒന്നും എഴുതിയിട്ടില്ല, ഓരൊക്കെ കൊടുത്ത ഫത്വ അങ്ങനെയാണ്ട് അവലംബിച്ചുകൊണ്ട് അതിൽ മലയാളത്തിലാക്കിയേ ഉള്ളൂ. അപ്പോൾ അത് അവലംബിക്കാൻ പറ്റൊരു നല്ല പുസ്തകമാണ്. ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾക്ക് അതിൽ മറുപടി അതിൽ കിട്ടും. അൽഹംദുലില്ലാഹ്. ഓക്കെ, ഇനിയൊന്നും ഇല്ലാന്ന് വിചാരിക്കണം. സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം അത്താഴം കഴിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു സ്പെഷ്യൽ ആനുകൂല്യം മാത്രമാണത്, നിയമമല്ല. നിയമം സുബഹിൻ്റെ മുമ്പ് അത്താഴം കഴിക്കണം എന്നാണ്. സുബഹി ബാങ്കിന് മുമ്പ് അത്താഴം കഴിക്കണം, അതാണ് നിയമം. മറ്റതൊരു എക്സെപ്ഷൻ കേസാണ്. ഒരാൾ ഉറങ്ങിപ്പോയി, അയാൾ വന്ന് ഭക്ഷണം എടുത്തിരുന്നപ്പോൾ തന്നെ ഒന്ന് ബാങ്ക് കൊടുത്തു എങ്കിൽ അയാൾക്ക് വല്ലതൊക്കെ ഒരു കഴിക്കാൻ ഒരു അളവ് ഒരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞത് വന്നിട്ടുണ്ട്. അത് തന്നെ നമ്മുടെ ഈ ബാങ്കാണോ ഇതിന് മുമ്പത്തെ ബാങ്കാണോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. എന്നാലും ഏറി വന്നാൽ അത്രയേ ഉള്ളൂ. അല്ലാതെ അത് പുസ്തകമില്ല, ഇനിയിപ്പോൾ ബാങ്ക് കൊടുത്ത് കഴിയുമ്പോൾ തിന്നാൽ മതി എന്ന് അങ്ങനെ ആശ്വാസത്തിന് വളർച്ച തിന്നാന്നുള്ളതൊന്നും ഏതായാലും ഇല്ല. ഒരു പട്ടിണി എടുക്കുന്നത് മുമ്പേ കിടക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ഒരു ലേശം വല്ലതും കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് എന്തെങ്കിലും ഒന്ന് ഒരു രണ്ടുള്ള തൊള്ളിക്കിട്ട് അങ്ങനെയാണ്ട് ഓനെ വേഗം അവസാനിപ്പിക്കാം എന്നല്ലാതെ ഈ ബാങ്ക് മൈൻഡ് ചെയ്യേ വേണ്ട, ബാങ്ക് കൊടുത്താൽ കുഴപ്പമില്ല, ബാങ്ക് കൊടുത്താൽ അത്താഴം കഴിക്കാം
എന്ന ഒരു വകുപ്പ് ഏതായാലും ഇല്ല. വകുപ്പുള്ളത് ബാങ്കിന് മുമ്പ് 50 ആയത്ത് ഓതാൻ സമയം ബാക്കിയാകുന്ന രൂപത്തിൽ അത്താഴം അവസാനിപ്പിക്കണം. അതാണ് നബിയുടെ സാധാരണ പതിവ്. നബി അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ 50 ആയത്ത് ഓതാവുന്ന സമയം ബാക്കി ഉണ്ടാവും സുബഹി ബാങ്ക് കൊടുക്കാൻ. ഇപ്പൊ സാധാരണ ഇപ്പോൾ 50 ആയത്ത് പറഞ്ഞാൽ നിങ്ങൾ ചുരുങ്ങിയത് ഒരു 5 കൂട്ടിക്കൂടി അല്ലെങ്കിൽ 10 കൂട്ടിക്കൂടി. ഒരു മിനിറ്റ് കൊണ്ട് 10 ആയത്ത് ഓതിയാൽ 5 മിനിറ്റ് കൊണ്ട് 50 ആയത്ത് വരും. അപ്പോൾ 5-10 മിനിറ്റ് സമയം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അത്താഴം അവസാനിപ്പിക്കുക എന്നതാണ് നബിയുടെ പതിവ്. മറ്റു നബിയോട് ചോദിച്ചതാണ്, ഞാൻ ഉറങ്ങിപ്പോയി, ഉണർന്നപ്പോൾ ഇങ്ങനെ ബാങ്ക് കേട്ടു, പാത്രം കയ്യിലുണ്ട്, എന്താ ചെയ്യണ്ടേ, ഇത് കഴിച്ചോ എന്ന് പറഞ്ഞൊരു അതൊരു ഓന് സ്പെഷ്യലായി കൊടുത്തൊരു ആനുകൂല്യമാണ്. ആനുകൂല്യത്തെ നിയമമാക്കി മാറ്റാൻ പാടില്ല. നിയമം വേറെ, ആനുകൂല്യം വേറെ. അപ്പം ആനുകൂല്യത്തെ പിടിച്ച് നിയമമാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ഒരു അനാസ്ഥ രംഗത്ത് വരും. റമദാൻ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റ് വീട്ടാതെ 6 നോമ്പ് പോലുള്ള സുന്നത്ത് നോമ്പുകൾ നോറ്റാൽ സുന്നത്തിൻ്റെ കൂലി കിട്ടുമോ? ഏതിനാണ് നിയ്യത്ത് വേണ്ടത്? സുന്നത്തിൻ്റെ കൂലി കിട്ടും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുന്തിക്കേണ്ടത് ഫർളിനെയാണ്. ഫർള് നമ്മളെ കടമാണ്. ഇപ്പം കടം വീട്ടാനുണ്ട്, കടം വീട്ടാണ്ടായിക്കൊണ്ട് സ്വതക്ക ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? കടം വീട്ടാനുണ്ട്, അത് സ്വതക്ക ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ സ്വതക്ക ചെയ്യാണ്ട് കടം വീട്ടിക്കോ എന്ന് പറയില്ലേ? അതാണ് ഇവിടെയും. ഫർള് നോമ്പ് കടമാണ്, മറ്റത് ഓൻ്റെ വക ഐച്ഛികമായി ചെയ്യുന്നതാണ്. എന്നാൽ ചില കടങ്ങൾക്ക് ചില സ്വതക്കൾ തടസ്സമാവൂല. ഒരു കടമുണ്ട്, ആ കടം വീട്ടാൻ സോഴ്സുമുണ്ട്, കടം വീട്ടാൻ സമയമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വീട്ടാതൊക്കെയാണ്, അത് ഇന്ന സമയത്ത് കൊടുത്താൽ മതി, അപ്പോഴേ കൊടുക്കാനുള്ള വകുപ്പ് കൂടെ ഉണ്ട്. ഈ സ്വതക്ക കൊണ്ട് ആ കടത്തിനെ ബാധിക്കൂല, എങ്കോ സ്വതക്ക ചെയ്തോട്ടെ. അല്ല കിട്ടണ പൈസക്ക് സ്വതക്ക ചെയ്യുക, ഇന്ന് കട അവിടെ കിടക്കും ചെയ്യുക, അത് പറ്റൂല. അപ്പോൾ ഒന്നാം പരിഗണന ഫർളിനാണ്. എന്നാൽ ഫർളിന് അടുത്ത റമദാൻ വരെ സമയമുണ്ട്. ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ വരെ സമയമുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ നോറ്റുവിട്ടാളെ നോമ്പ് ഷഅബാനിൽ മാത്രമാണ് നോറ്റുവിട്ടാറുണ്ടായിരുന്നത്. കാരണം നബിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പല ചുറ്റുപാടുണ്ടാവും. അപ്പം ചിലപ്പോൾ ഞാൻ നോമ്പ് വെച്ചാൽ നബിക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ നബിക്ക് വേണ്ടി ഞാൻ നോമ്പ് വയ്ക്കാതെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ ഷഅബാനിലാണ് ഞാൻ നോറ്റുവിട്ടാറുള്ളത് എന്ന് ആയിഷ ബീവി ഒക്കെ പറഞ്ഞത് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പം നോറ്റ് വീട്ടിന് മുമ്പ് അതിൻ്റെ ഇടയ്ക്ക് ഒറ്റ സുന്നത്തിന് ആയിഷ ബീവി നോറ്റിട്ടില്ല എന്ന് വിചാരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഫർള് നോമ്പുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. അതാണ് നമ്മുടെ എത്രയും വേഗം, കടമാണല്ലോ, എത്രയും വേഗം നോറ്റ് വിട്ടാൻ നമ്മൾ ശ്രമിക്കുക. എന്നാൽ അതിനടുത്ത് സുന്നത്ത് നോറ്റാൻ പറ്റൂല, നോറ്റാൻ കൂലിട്ടില്ല എന്നൊന്നും അർത്ഥമില്ല. ചില സുന്നത്തും ഫർളും ഒന്നിച്ച് കിട്ടും, ചില സുന്നത്തും ഫർളും ഒന്നിച്ച് കിട്ടുകയുമില്ല. ചെറിയ അമലും വലിയ അമലും ഒപ്പം വന്നാൽ ഒറ്റ അമലും രണ്ടും കിട്ടും. ഇപ്പം പള്ളിയിൽ കയറി തഹിയ്യത്ത് നിസ്കരിക്കണം, സുബഹിക്ക് പള്ളിയിൽ വരുമ്പോൾ തഹിയ്യത്തുണ്ട്, സുബഹിയുടെ മുമ്പ് 2 റക്അത്തുണ്ട്, ഈ രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടും. ഒറ്റ നിസ്കാരത്തിൽ ഒറ്റ നിയ്യത്തിൽ രണ്ടും നിയ്യത്ത് ചെയ്താൽ തഹിയ്യത്തും കിട്ടും, സുബഹിന്റെ മുമ്പ് 2 റക്അത്തും കിട്ടും. എന്നാൽ സുബഹിയും അതിന് മുമ്പ് 2 റക്അത്തും കൂടെ ഒപ്പം നിയ്യത്ത് ചെയ്താലോ അത് കിട്ടൂല. രണ്ടും വലുതാണ്. ആപേക്ഷികമായി ഒന്ന് വലുതും ചെറുതുമാണെങ്കിലും രണ്ടും യഥാർത്ഥത്തിൽ വലുതാണ്. അപ്പോൾ 2 വലിയ അമലുകൾ ഒപ്പമില്ല. ചെറുതും വലുതും ഒന്നിച്ച് വന്നാൽ ഒറ്റ അമല് കിട്ടും. ഇപ്പൊ തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്, തിങ്കളാഴ്ച ഒരു അറഫ നോമ്പ് വന്നു, 2 കൂലി കിട്ടും, 2 നോമ്പിന്റെ കൂലിയോടെ കിട്ടും. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്നതുപോലെ ഇപ്പൊ തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്നു, അയാൾക്ക് ഫർളും ഉദ്ദേശിക്കാം, ഇപ്പൊ നഷ്ടപ്പെട്ട നോമ്പുണ്ട് അതും ഉദ്ദേശിക്കാം, തിങ്കളാഴ്ച നോമ്പ് ഉദ്ദേശിക്കാം, അത് കിട്ടും. എന്നാൽ ശവ്വാൽ 6 നോമ്പ്, അറഫ നോമ്പ് പോലുള്ള പ്രധാനപ്പെട്ട നോമ്പുകൾ അത് പ്രത്യേകം തന്നെ നോക്കണം, അവിടെ രണ്ടും കൂടി കിട്ടുകയില്ല. എന്നാൽ അതിലൊക്കെ പതിവായി വരുന്ന ഒരു ആദത്തുണ്ടെങ്കിൽ കിട്ടും. എല്ലാ തിങ്കളാഴ്ച നോക്കുന്നതാണ്, എല്ലാ തിങ്കളാഴ്ച നോമ്പ് എടുക്കലുണ്ട്. ആ തിങ്കളാഴ്ച ഒരു 6 നോമ്പ് വന്നു, ആ തിങ്കളാഴ്ച അറഫ നോമ്പ് വന്നു, അതൊക്കെ 2 കൂലി അവിടെ ഒന്നിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്നാം പരിഗണന ഫർള് വേഗം നോറ്റ് വിട്ടാൻ വേണ്ടി നമ്മൾ നൽകുക. അതല്ല ഒരു ആരോഗ്യ പ്രശ്നമില്ല, ഒന്നുമില്ല, എന്തായാലും നമുക്ക് നോക്കാൻ സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് തടസ്സമൊന്നും കാണുന്നില്ല, പിന്നെ നോക്കാൻ പറ്റും, ഈ 6 നോമ്പ് കൊണ്ട് ആ ഫർളിന് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ഒരു 6 നോമ്പ് നോക്കുകയൊക്കെ ആവാം. അതേസമയം ഓൻ അങ്ങനെ പൊതുവെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നോക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ ഓൻ സുന്നത്തുമൊക്കെയല്ല നിൽക്കേണ്ടത്, ഫർള് വേഗം നോറ്റ് വീട്ടിട്ടാകാം. പിന്നെ ചിലർ പറഞ്ഞു അത് പറ്റൂല, കാരണം റമദാൻ നോക്കുകയും അതിനെ തുടർന്ന് 6 നോമ്പ് നോക്കുകയും ചെയ്താൽ എന്നാണ് ഹദീസിലെ പ്രയോഗം. മൻസാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. റമദാൻ നോമ്പെടുത്തു തുടർന്ന് 6 നോമ്പ് നോറ്റാൽ ഓൻ 1 കൊല്ലത്തെ നോമ്പിന് കൂലി കിട്ടും എന്ന ഹദീസുണ്ട്. അപ്പോൾ ഓൻ റമദാൻ നോമ്പ് നോറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ, റമദാൻ നോമ്പ് ബാക്കിയുണ്ട്. അപ്പൊ റമദാൻ നോമ്പെടുത്താൽ എന്ന് പറഞ്ഞത് ഓന്റെ കാര്യത്തിൽ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഓൻ ശവ്വാൽ 6 നോമ്പ് നോൽക്കരുത്
എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ഇല്ല എന്നല്ല. ഒരു പല ന്യായം ഇതാണ്, റമദാൻ നോൽക്കുകയും അതിനെ തുടർന്ന് ശവ്വാൽ 6 നോൽക്കുകയും ചെയ്താൽ എന്നല്ലേ. അപ്പൊ റമദാൻ ബാക്കിയാണ്, നോറ്റിട്ടില്ല. അപ്പൊ റമദാൻ ശവ്വാൽ തന്നെ നോറ്റി വീട്ടിട്ട് 6 നോമ്പെടുത്താൽ ഓനെ കൂലി കിട്ടും. ഇല്ലേ ഓൻ 6 നോമ്പ് എടുക്കണ്ട, ഓൻ ഫർദ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട്. ഏതാണെങ്കിലും ഒന്നാം പരിഗണന നമ്മൾ കൊടുക്കേണ്ടത് ഫർദിനാണ്. അത് മാക്സിമം വേഗത്തിൽ ആ കടം വിട്ടാൻ ശ്രമിക്കുക. ഈ സുന്നത്ത് നോമ്പ് എടുക്കുന്നത് കൊണ്ട് ആ ഫർദിന് യാതൊരു തടസ്സവും ഇല്ല. അത് നമുക്ക് പിന്നെയും അടുത്ത മാസമൊക്കെ നോക്കാനുള്ള എല്ലാ സന്ദർഭവും സാഹചര്യമൊക്കെ ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല, നമ്മൾ നോറ്റി വിട്ടാൻ കഴിയും. എന്നാണെങ്കിൽ ഓ സുന്നത്ത് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൂടാ, സുന്നത്ത് നോറ്റോട്ടെ, ഫർദ് ഓനെ പിന്നീട് നോറ്റി വിട്ടാം. അതെല്ലാം ഓൻ രോഗിയാണ്, അധികം നോമ്പെടുക്കാൻ കഴിയാത്ത ഒരാളാണ്, റമദാൻ തന്നെ കുറച്ച് പോയിട്ടുണ്ട്, എന്നാൽ നീ ഓന് സുന്നത്ത് എടുക്കാനല്ല നോക്കേണ്ടത്, ഈ ഫർദ് വേഗം തീർക്കാനാണ് നോക്കേണ്ടത്. കഴിഞ്ഞിട്ടും പറയും സുന്നത്ത് വരുമല്ലോ, അപ്പോൾ ആ സുന്നത്തോന് നോറ്റാൽ മതി. അല്ലാഹു അഅലം. ഓക്കെ, അൽഹംദുലില്ലാഹ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും പറഞ്ഞതിനപ്പുറം ജീവിതത്തിൽ അമലാക്കി മാറ്റാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക, പള്ളി മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമുക്ക് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ പള്ളി വന്നതുകൊണ്ട് എന്നെ സ്വർഗത്തിലേക്കുള്ള വഴി കുറച്ചുകൂടി എളുപ്പമായി കിട്ടി എന്ന് സമാധാനിക്കാൻ കഴിയണം. അപ്പോഴാണ് പള്ളി നമുക്ക് മുതലാവുള്ളൂ. അതിനൊക്കെ ഉപയോഗപ്പെടുത്തുക. റമദാനിൽ പള്ളിയുമായുള്ള ബന്ധം കുറച്ചുകൂടെയൊക്കെ വർദ്ധിപ്പിക്കുക. ഇടയ്ക്ക് ചില തർബിയാത്ത് ക്ലാസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുക. ഖുർആൻ ക്ലാസ് ഇവിടെ ഉണ്ട്, അതേപോലെ ഹദീസ് ക്ലാസ് ഇവിടെ എടുക്കുന്നുണ്ട്. അതൊക്കെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നമുക്ക് സ്വർഗത്തിലേക്കുള്ളൊരു വഴി എന്ന നിലയ്ക്ക് നമ്മൾ പള്ളിയെ കണ്ടുകൊണ്ട് മാക്സിമം ഉപയോഗിക്കുക. പള്ളിയിൽ സ്ഥിരമായി വന്നു പോകുന്നുവെങ്കിൽ അത് ഈമാന്റെ അടയാളമാണ് എന്ന് ഹദീസിൽ കാണാം. നബി തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തുമുർ റജുല യഅ്താദുൽ മസ്ജിദ ഫശ്ഹദു ലഹു ബിൽ ഈമാൻ. ഒരു മനുഷ്യൻ പള്ളിയെ പതിവായി ലക്ഷ്യം വെക്കുന്നത് നീ കാണുന്നുവെങ്കിൽ അവന് ഈമാൻ ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുക. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ നമ്മൾ പള്ളിയുമായി എപ്പോഴും പള്ളിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, അവിടെ ഇടപെടുക, പള്ളിന്റെ കാര്യം നോക്കുക. അത് നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. ഖൽബ് പള്ളിയുമായി ബന്ധപ്പെട്ടാൽ മഹ്ശറിൽ അർശിന് തണൽ ലഭിക്കാൻ കൂടി അത് പര്യാപ്തമാണ്. ആ നിലക്കൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.